നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എന്റെ സൗണ്ട് ഒക്കെ കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ആദ്യമായി ലേൺ വിത്ത് റസീൻ അക്കാഡമിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ലാംഗ്വേജ് പരമായി, ട്രാൻസ്ലേഷൻ പരമായി വ്യത്യസ്തമായ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാഡമിയാണിത്. നിലവിൽ അതിന്റെ മെയിൻ ട്രെയിനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സംസാരിക്കുന്ന വ്യക്തിയായ ഞാൻ ആഷിഖ് റഹ്മാൻ ഹുദവി, ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ PG വിഭാഗത്തിൽ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റിയായി നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു മെയിൻ ട്രെയിനറായിട്ട് നമ്മുടെ അക്കാഡമിയിലുള്ളത് സബീഹ് മുഷറഫ് ഹുദവി. അദ്ദേഹം ഡിഗ്രി വിഭാഗത്തിൽ അറബി ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി ആയിട്ട് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ട്രാൻസ്ലേഷൻ ഫീൽഡിലും വ്യത്യസ്തമായ അക്കാഡമികളുടെയൊക്കെ മെന്റർമാരായും ട്യൂട്ടർമാരായും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ അക്കാഡമിയുടെ ഈ ഒരു കോഴ്സ് നിലവിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു അക്കാഡമിക്ക് മെയിൻ ട്രെയിനർമാർക്ക് പുറമെ പ്രത്യേക അറ്റൻഷൻ തരാന് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സാന്നിധ്യവും ഉണ്ടാവും. നിലവിൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനർ ആയിട്ടുള്ള വ്യക്തി ഷിബ്ലി സി എന്ന് പറയും. അദ്ദേഹം നിലവിൽ ഈജിപ്തില് ഒരു കോഴ്സ് ഒരു ദൗറ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇനി ഏതായാലും നമ്മുടെ ഒരു വെബിനാറിന്റെ ഓവർവ്യൂ ആണ്. നമ്മളൊരു ഒരു മണിക്കൂർ മിനിമം നമ്മുടെ ഈ ഒരു വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ പൂർണ്ണമായിട്ട് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു നല്ല ട്രാൻസ്ലേറ്റർ ആവാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ഓരോരുത്തർ സ്കിൽ വെച്ചിട്ട് ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്ന കരിയറായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ട്രാൻസ്ലേറ്റർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു നല്ലൊരു ട്രാൻസ്ലേറ്റർ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും, ട്രാൻസ്ലേഷന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രാൻസ്ലേഷനെ സമീപിക്കാം. കാര്യമായിട്ട് നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, വ്യത്യസ്ത ടൈപ്പ് ഡോക്യുമെന്റ്സ് വരും, പവർ ഓഫ് അറ്റോർണികളും സർട്ടിഫിക്കറ്റ്സിലും ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം നമ്മൾ ഇന്നുള്ളത് AI കാലത്താണ്. നമ്മൾക്ക് വ്യാപകമായിട്ട് ChatGPT ഉപയോഗിക്കുന്ന ആളുകളാണ്, DeepL ഉപയോഗിക്കുന്ന ആളുകളാണ്. ട്രാൻസ്ലേഷനുമായി തൊട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും, മറ്റൊരുപാട് AI ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ ഒരു AI കാലത്ത് ട്രാൻസ്ലേഷൻ പഠിക്കുന്നത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ, ട്രാൻസ്ലേഷൻ കരിയർ നമുക്ക് സ്വപ്നം കാണാൻ കഴിയോ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശാലമായ ഒരു സംസാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കൾച്ചറൽ നുവാൻസസ് എന്ന് പറയും. ഒരു ട്രാൻസ്ലേറ്റർ കാര്യമായിട്ട് അറിയേണ്ടതാണ് ഓരോ ഭാഷക്കും വ്യത്യസ്തമായ രീതികളും കൾച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാം, അതിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അതിന് എന്തൊക്കെ ടൂളുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ കാര്യമായിട്ടും നമ്മൾ പഠിച്ച് ഒരു നല്ല സ്കിൽഫുൾ ആയ ട്രാൻസ്ലേറ്ററായി മാറി നമുക്ക് എന്തൊക്കെ ജോബുകളാണ് നിലവിലുള്ളത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. അത് ഫ്രീലാൻസ് ആയി ചെയ്യുന്നതുണ്ടാവും, പാർട്ട് ടൈം ആയി നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഫുൾ ടൈം ആയിട്ട് നമ്മുടെ ഒരു പ്രൊഫഷൻ ജോലിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണ്, എവിടെയൊക്കെ നമുക്കത് കാണാൻ കഴിയും, എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ ഒരു ട്രാൻസ്ലേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അപ്പൊ അതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ലേഷൻ പഠിക്കേണ്ടത്? അത് ഷോർട്ട് ടേം ആയിട്ട് പഠിക്കുന്നതാണ് എനിക്ക് ബെറ്റർ, ലോങ് ടേം ആയിട്ട് പഠിക്കുന്നതാണ് ബെറ്റർ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഒട്ടുമിക്ക സംഗതികളും ഇൻഷാ അല്ലാഹ് ഈ ഒരു മണിക്കൂർ കൊണ്ട് ചെറിയ രൂപത്തിൽ, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആയ രൂപത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കും. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും നിങ്ങളെ ക്ലാരിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഈ ഒരു ലൈവ് വെബിനാർ നിയന്ത്രിക്കാൻ ഞാനും ഉണ്ടാവും. നമ്മുടെ മെയിൻ ട്രെയിനറായ സബീഹ് മുഷറഫ് ഹുദവിയും നമ്മുടെ കൂടെ ഈ ഒരു വെബിനാറിലുണ്ട്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ആർ യു റെഡി? Okay, sir. Ready. അപ്പൊ നമ്മൾ ആദ്യം എനിക്ക് പറയാനുള്ള സാധനം, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫണ്ണായിട്ട് പഠിക്കണം. കുറെ ഞാനിങ്ങനെ പറയുന്നത് കേട്ട ഒരു പക്ഷേ നിങ്ങൾക്ക് മടുപ്പാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ ഞാൻ കവർ ചെയ്യും.
ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റി തുടങ്ങിയാലോ. കിസിസ് ആക്ടിവിറ്റി ആണ്. ഒരു ലിങ്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ വരും. നിങ്ങൾ എല്ലാവരുടെയും ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളെ ചാറ്റ് ബോക്സിലും ആ ഒരു ലിങ്ക് ഇപ്പോൾ പേസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു വിൻഡോ തുറന്നു വരും. അതിൽ നിങ്ങളെ പേരടിക്കുക, നിങ്ങൾ ജോയിൻ ആവുക. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ആർക്കെങ്കിലും ജോയിൻ ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ജോയിൻ ആകാൻ കഴിയുന്നില്ല അങ്ങനത്തെ. നിലവിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവരും ജോയിൻ ആവാൻ വേണ്ടി 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജോയിൻ ആയി. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജോയിൻ ആയ ആൾക്കാര് നമുക്ക് എല്ലാവരും ഒന്ന് ജോയിൻ ആവാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു മിനിറ്റ്. എന്നിട്ട് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാം. ലിങ്ക് നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിൽ നമ്മളില്ലെങ്കിൽ ഓക്കെ, എന്നാ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. അതിലേതാണ് സെലക്ട് ആക്കേണ്ടത്? നിങ്ങൾ നിലവിലൊന്നും ചെയ്യണ്ട. ഞാൻ ക്വിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യാതെ നിന്നാ മതി. ഓക്കെ, നിലവിൽ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. നിലവിൽ 35 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ മീറ്റിൽ 60ഓളം ആളുകളുണ്ട്. സംസാരിക്കാത്ത ആളുകളൊക്കെ മൈക്ക് ഓഫ് ചെയ്യണേ. ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തിൽ നല്ല എക്കോ വരും. അപ്പോൾ നിങ്ങളുടെ മൈക്ക് പരമാവധി മ്യൂട്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും പറയാനോ സംശയം ചോദിക്കണ സമയത്ത് മാത്രം മൈക്ക് ഓൺ ആക്കുക. ഓക്കെ, നിലവിൽ 41 ആളുകൾ ജോയിൻ ആയി. ഞാൻ 10 വരെ കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇപ്പൊ ആരെയും ജോയിൻ ആയിക്കണം. അവർക്ക് വേണ്ടി ലാസ്റ്റ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഗ്രൂപ്പിൽ അതേപോലെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ഈ ഒരു ക്വിസ് ആക്ടിവിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ആ ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് ലീഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. നമുക്ക് നോക്കാം ആരാണ് വിന്നർ ആവുന്നത് നോക്കാം. ബിസ്മില്ലാ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്റത്തിൽ ഇപ്പൊ അതിങ്ങനെ കറങ്ങി ആ ഒരു ക്വിസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മേഖല ഉണ്ടാവും, അറിയാത്തത് ഉണ്ടാവും. ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് പറഞ്ഞില്ലല്ലോ. അതിൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ല, ഈ 4K12 സ്കൂൾസ് ബിസിനസ് പേഴ്സണലി യൂസ് ചെയ്യണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ഇതുള്ളത്. നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ആവാൻ ശ്രമിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. എല്ലാവരും ചെയ്യുന്നുണ്ടാകും പ്രതീക്ഷിക്കുന്നു. നിലവിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി പറയാണ്. മുഹിയുദ്ദീൻ മൈക്ക് ഓഫ് ആക്കുവോ? ഓക്കെ, ശുക്രാൻ. നമ്മുടെ ലിങ്ക് ചാറ്റ് ബോക്സിലും ഉണ്ട്, അതേപോലെ നിങ്ങളെ ഗ്രൂപ്പിലും ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ആയാൽ നമ്മൾ നിലവിൽ ചെയ്യുന്നത് ട്രാൻസ്ലേഷന്റെ ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. സെലക്ട് ആക്കാനൊക്കെ കാണിക്കുന്നത്.
ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇത് നേരെ കേറാനാണ് കഴിയുക. എന്താണ് നിങ്ങളെ പേഴ്സണൽ എന്താണ് പ്രശ്നം ഇതെന്താണ് മനസ്സിലാവുന്നില്ല. സംഭവം? ഒന്നുകൂടെ ഒന്ന് വ്യക്താക്കോ? ഒന്നുകൂടെ ഞാൻ പറയാം. വിശദം. നിങ്ങൾ നമ്മളെ ട്രാൻസ്ലേഷന്റെ ഗ്രൂപ്പ് ഈ വെബിനാറിന്റെ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലെ വാട്സപ്പില്. അതെ അതെ. അതിൽ നമ്മൾ ലാസ്റ്റ് ഒരു കിസിസിന്റെ ലിങ്ക് ഇട്ടുണ്ട്, ഒരു ആക്ടിവിറ്റിയുടെ ലിങ്ക് ഏറ്റവും അവസാനം വന്നേ. അത് അതിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താല് നിങ്ങളെ പേര് ചോദിക്കും, പേരടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ജോയിൻ ആവാം. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഗെയിം പോലെ. ട്വൽവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 12 ക്വസ്റ്റ്യൻ ആണ് ആകെ ഉള്ളത്. അപ്പൊ പരമാവധി എല്ലാവരും പെട്ടെന്ന് ചെയ്യണം. ഇനി 3 മിനിറ്റ് കൂടെയാണ് സമയം. അത് കഴിഞ്ഞാൽ ഞാൻ ആ ഓരോ ക്വസ്റ്റ്യൻസ് കൂടെ കാണിച്ചു തരും, എന്നിട്ട് അത് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻഷാ അല്ലാ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രയാസപ്പെടണ്ട. അവർക്കൊക്കെ ഈ സാധനം ഇൻഷാ അല്ലാ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ കാണാം. സംസാരിക്കാത്ത സമയങ്ങളിൽ പരമാവധി മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. ഓൺലൈനിൽ ഒരു ക്ലാസ് ഓൺലൈനിലെ ഓക്കെ, ലാസ്റ്റ് ഒരു മിനിറ്റ്. പരമാവധി എല്ലാവരും സ്പീഡ് ആക്കണം. സാറേ 4-മത്തെ സ്ലൈഡ് മുതൽ സ്റ്റക്കായി, അത് അങ്ങോട്ടേക്ക് അനങ്ങുന്നില്ല. അത് വിഷയാക്കണം. ഞാൻ പറഞ്ഞില്ല, അവസാനം ഞങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പറഞ്ഞോളൂ. ലിങ്കിൽ കയറുന്ന സമയത്ത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേര് ചോദിക്കണില്ലേ? അതിന് പേര് ചോദിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു അത് വിഷയാക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഏതായാലും എന്റെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തപ്പോ കാണിക്കും. നിങ്ങൾ എന്റെ സ്ക്രീനിക്ക് നോക്കി കാണാൻ കഴിയും ഇനി. ഓക്കെ, പിന്നെ 3 ഓപ്ഷൻ ഉണ്ട്. K12 സ്കൂളുകൾക്ക് ബിസിനസിനായി വ്യക്തിഗത ഉപയോഗത്തിന് 3 ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. സാധാരണ അങ്ങനെയല്ലേ വരിക. ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത സാധനങ്ങൾ ഇതിൽ കാണാം. ഓക്കെ, നിങ്ങൾ എന്റെ സ്ക്രീനിക്ക് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളെ ആക്ടിവിറ്റി ഗെയിം ഏകദേശം കഴിഞ്ഞു. ഞാനത് എൻഡ് ചെയ്യാൻ പോവാണ്. ഇനി ചില ആളുകൾ ഇപ്പോൾ ജോയിൻ ആയ ആൾക്ക് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാ നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു രസകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളെ വെബിനാർ കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് പിന്നെയും എന്ത് ചെയ്യാം, അത് ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡോൺ വറി. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും നമ്മൾ സംസാരിക്കും. ഒരു ട്രാൻസ്ലേറ്റർ എങ്ങനെ ആവണം, ട്രാൻസ്ലേറ്റർ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത മേഖലകളിലേക്ക് നിങ്ങൾക്ക് സൂചന തരുന്ന ഒരു ക്വിസിസ് ആക്ടിവിറ്റിയാണ്, ഒരു ഗെയിമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇത്തരം ഗെയിമുകളും സംഗതിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും നമ്മുടെ ഈ ഒരു ക്വിസിലെ വിന്നർ ആയിട്ടുള്ളത് അബൂ നുവാസ്. ഫസ്റ്റ് പ്രൈസ് അബൂ നുവാസ്. മാഷാ അല്ലാഹ്. എല്ലാവരും ഒരു അപ്ലോസ്, ബിഗ് അപ്ലോസ് നിങ്ങൾക്ക് നിങ്ങളെ ഇതിൽ കൊടുക്കാൻ കഴിയും.
ചാറ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. ഓക്കെ. പിന്നെ അടുത്ത രണ്ടാമത്തെ വ്യക്തി ജാസിർ. ബറക്കല്ലാഹു ഫീകുമ. ജാസിറാണ് സെക്കൻഡ് പ്രൈസ്. തേർഡ് പ്രൈസ് തമീം. ബറക്കല്ലാഹു ഫീകും ജമീഅൻ. ഇനി ഏതായാലും ഞാൻ അത് പ്രസന്റ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും, വിജയികൾക്ക് പ്രത്യേകിച്ചും. ഏതായാലും ആദ്യം നമ്മൾ തന്നിട്ടുള്ളത് ട്രാൻസ്ലിട്രേഷൻ എന്നുള്ളൊരു മേഖലയാണ്. ഇപ്പോ പല വാക്കുകളും നമുക്ക് ഇപ്പൊ നമ്മളൊന്നും കേൾക്കുന്ന ഒരു വാക്കാണ് മലപ്പുറം. ഈ മലപ്പുറം എന്നിങ്ങനെ പല കമ്പനികളുടെ പേരുകള്, പല സ്ഥലങ്ങളുടെ പേര്, വ്യക്തികളുടെ പേരുകൾ ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ നിർബന്ധമായിട്ടും ആസ് എ ട്രാൻസ്ലേറ്റർ നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ് ട്രാൻസ്ലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ലിട്രേഷൻ. അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇതിൽ കൃത്യമായിട്ടൊരു ട്രാൻസ്ലേറ്റർ പഠിക്കണം. അപ്പൊ മലപ്പുറം എന്ന് എഴുതേണ്ടത് മലപ്പുറം എന്ന് എഴുതുമ്പോൾ ആരോ സ്ക്രീന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനൊന്നും പ്രസന്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ എന്റെ സ്ക്രീന് പോവും. എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മൈക്ക് ഓണാക്കി. സ്ക്രീൻ പ്രസന്റ് ചെയ്യരുത്. മലപ്പുറം. അപ്പൊ മലപ്പുറം നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ എഴുതാം. ശരിയായ മലപ്പുറം എഴുതേണ്ടത് മാലാബൂറാം. മാലാബൂറാം എന്ന് വായിക്കരുത്, മലപ്പുറം വായിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ്. ഞാൻ സൂചനകൾ തരിക ചെയ്യുന്നത്. മറ്റൊന്ന് കേരള. നമ്മുടെ സംസ്ഥാനം കേരള. പല ആളും അലിഫില്ലാതെ കേരള എന്ന് എഴുതലുണ്ട്. അത് ശരിയല്ല. ട്രാൻസ്ലിട്രേഷൻ പ്രകാരം കേരള എന്നാണ് പറയാ. ഈ ട്രാൻസ്ലിട്രേഷൻ എന്ന് പറഞ്ഞാല് ചില സാധനങ്ങൾ നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, എന്റെ പേര് ആഷിഖുർ റഹ്മാൻ എന്നാണ്. അതെല്ലാ ലാംഗ്വേജിലും ആഷിഖുർ റഹ്മാൻ ആണ്. അത് മലയാളത്തിലാവുമ്പോ പരമകാരുണ്യവനായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനോ അല്ലെങ്കിൽ ദി ലവർ ഓഫ് ദി മോസ്റ്റ് ബെനിഫിഷ്യന്റ് ഒന്നും ആവൂല. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ എന്റെ പേര് അറബിയിൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ ഒരു ട്രാൻസ്ലിട്രേഷൻ പ്രകാരമാണ് എഴുതുക. അപ്പൊ വ്യത്യസ്തമായ കമ്പനി, ഇപ്പൊ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെ കുറെ കമ്പനികളുടെ പേരുണ്ടല്ലോ. അതെങ്ങനെ കൃത്യമായിട്ട് എഴുതാൻ നമ്മൾ അറിയേണ്ട മേഖലക്കാണ് എന്ത് പറയാ, എന്തായാലും പറയാ, ട്രാൻസ്ലിട്രേഷൻ. ഓക്കെ, അതാണ് ഒരു മേഖല. നമ്പർ 1, ഒരു ട്രാൻസ്ലേറ്റർ അറിയേണ്ട ഈ ഒരു കാലത്ത്. ഇനി അടുത്തത്, ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിരിക്കായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സ്ക്രീൻ ഇങ്ങനെ സൂം ചെയ്യാട്ടോ. ചിലപ്പോ ചിലർക്ക് എന്റെ സ്ക്രീൻ നിങ്ങൾ കാണുന്നില്ലേ, ഷെയർ ചെയ്യണേ, അതിങ്ങനെ സ്ക്രീൻ ചെയ്താൽ നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ കഴിയും. സാധാരണ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്ന ആളുകളേക്കാരം, അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അവരെ ഒന്നുകൂടി വലുതായി കാണാം. അപ്പൊ ഇവിടെ 5 സെന്റൻസ് ഉണ്ട്. 5 സെന്റൻസ്, ഒരു സെന്റൻസ് മാത്രമേ ഇവിടെ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ആസ് എ ട്രാൻസ്ലേറ്റർ നമുക്ക് ബേസിക് ആയിട്ടുള്ള അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പഠിക്കണമെങ്കിൽ ബേസിക്കലി അറബി ഇംഗ്ലീഷ് ഗ്രാമറും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചെറിയ വൊക്കാബുലറി ഒക്കെ നമുക്ക് വേണം. എന്നാലേ നമ്മൾ ഏതെങ്കിലും കോഴ്സിലോ ഒക്കെ ജോയിൻ ചെയ്താല് നമുക്കത് മുതലാവുള്ളൂ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള നോളജ് നിർബന്ധമായിട്ടും നമുക്ക് വേണം, അറബിയിലും ഇംഗ്ലീഷിലും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സെന്റൻസ്, ഡൊണാൾഡ് ട്രംപ് ലിവ്സ് ഇൻ ദി വൈറ്റ് ഹൗസ്. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്, അല്ലെ? അതാണല്ലോ അതിന്റെ അർത്ഥം, അല്ലയോ? ഇതൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ത്, ഡൊണാൾഡ് ട്രംപ് യസ്കുനു ഫി ദാരിൽ ബൈളാഇ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളൊരു അഭിപ്രായത്തിൽ? ഇല്ല. അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മള് തെറ്റുന്ന ഇട്ടിക്കണേ. ഒരു സുഖല്ല. അത് ഒരു മോഡേൺ ബൈത്തുൽ നബിയല്ല. ലോകത്തന്നെ അറബിയല്ല, മോഡേൺ അറബിക്കായി മാറി. അതിൽ അൽ ബൈത്തുൽ അബിയൽ എന്നാണ് വൈറ്റ് ഹൗസിന് പറയേണ്ടത്. നമ്മൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ബൈത്തുൽ അബിയൽ എന്നാ പറയേണ്ടത്. അപ്പൊ ബൈത്ത് എന്ന് പറഞ്ഞാലും വീടല്ലേ അർത്ഥം, ഹൗസ് തന്നെയല്ലേ? ദാറ് എന്ന് പറഞ്ഞാലും ഹൗസ് അല്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷെ എല്ലാത്തും നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദാറുൽ ബൈദാൻ ടോട്ടലി മാറി. അത് ദാറുൽ ബൈദാൻ അമേരിക്ക വിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു കോണ്ടിനെന്റിലേക്ക് എത്തി, വേറൊരു വൻകരയിലേക്ക് എത്തി. മൊറോക്കോയിലെ കസബ്ലങ്ക എന്നുള്ള സ്ഥലത്തിനാണ് അറബിയിൽ ദാറു ബൈള എന്ന് പറയാം. ദാറുൽ ബൈള എന്ന്
പറയാറുള്ളത്. ഓക്കെ. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ ഇതിലിപ്പോ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. ഐ ലൈക്ക് ഇറ്റ്സ് കളർ, അത് കറക്റ്റായ സെന്റൻസ് തന്നെയാണ്. ഇറ്റ്സ് അതിന്റെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്നാണ് അറബിയിൽ ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. ചില ആൾക്കാർ എങ്ങനെ എഴുതും? ഇങ്ങനെ ഇറ്റ് എന്നായിട്ട് പിന്നെ ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കാണുക. ഇതെന്താ വായിക്കേണ്ടത്? എന്താ വായിക്കുക? ഈസ് എന്നാണ്. ഇറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ആണത്. ഓക്കെ, അപ്പൊ ഇറ്റ്സ് ആകുമ്പോ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഉപയോഗിക്കണം. മൂന്നാമത്തെ, അപ്പൊ അത് ശരിയാണ്, അതാണ് അതിൽ ശരിയെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ, റഷ്യ ഈസ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ്. അതിലെന്ത് തെറ്റുണ്ടോ? തെറ്റുണ്ടോ? അതില് റഷ്യ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ റഷ്യ എന്നുള്ള 6 ക്യാപിറ്റൽ ഉപയോഗിക്കണം. പിന്നെ റഷ്യ ലാർജസ്റ്റ് ലാർജസ്റ്റ് നിർബന്ധമായിട്ടും ദി ലാർജസ്റ്റ് എന്ന് പറയണം. റഷ്യ ഈസ് ദ ഇടൂല. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ അത് സൂപ്പർലാറ്റീവ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസിനെ കുറിച്ച് നമുക്ക് ചെറിയ ധാരണ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ ഒരു കാലത്ത് AI കാലത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ വിശാലമായിട്ട് വരിക. ഞാൻ ചെറിയ സൂചന നൽകുന്നു. ആ ഒരു ഏരിയ തന്നെ നമ്മൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ChatGPT ഉപയോഗിക്കും, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കും. അതിൽ നമ്മൾ കൊടുക്കുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് മാത്രം നമ്മൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം AI ടൂളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്, നമ്മളെ ജോലികളും സമയങ്ങളൊക്കെ ലാഭിക്കാനാണ്. പക്ഷെ പലപ്പോഴും പല ആളുകളും AI തരുന്നത് വായിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് AI വല്ലാതെ അഡിക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. AI പല ആളുകളെയും വാക്ക് ശരിയാണെന്ന് അറിയില്ല, മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാല് നമുക്ക് സുഖമാണ്. നമ്മൾ ഫുള്ള് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇത്തരം സംഗതികൾ ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് പ്രകാരം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കി, വായിച്ച് മനസ്സിലാക്കി അതില് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ചെയ്യാനും നമുക്ക് കഴിയാതില്ല. അത് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് കാണിക്കും. ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ അതാണ് തെറ്റ്. ഹി ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, തെറ്റാണ് അല്ലേ? ഹി ഹാസ് എന്നാണ് പറയേണ്ടത്. ഐ ഗോൺ ടു മൈ സ്കൂൾ, അത് തെറ്റാണ്. ഗോൺ എന്ന് പറയാൻ പാടില്ല അവിടെ. ഓക്കെ, ഐ ഗോ ടു മൈ സ്കൂൾ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പൊ അടുത്തൊരു ഏരിയ ട്രാൻസ്ലിട്രേഷൻ നമ്മൾ പറഞ്ഞു. അറബി, ഇംഗ്ലീഷ്, ഏത് ഭാഷയാണ് നമ്മൾ സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ്. സോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിൽ നിന്നാണ് നമ്മൾ അതാണ് സോഴ്സ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ്, മലയാളമാണ് സോഴ്സ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണ് ടാർഗറ്റ് ലാംഗ്വേജ്. ഈ രണ്ട് സാധനത്തിന്റെയും ബേസിക് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് അറിയണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവാനേ കഴിയുള്ളൂ, ഏത് കോഴ്സിൽ നിങ്ങൾ ചേരുകയാണെങ്കിലും. ഓക്കെ, അല്ല നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ട്രാൻസ്ലേഷൻ കോഴ്സോ ട്രാൻസ്ലേഷനോ പഠിക്കുന്നതിന് മുമ്പ് അറബിയോ ഇംഗ്ലീഷോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ട്രാൻസ്ലേഷൻ പഠിക്കാൻ ശ്രമിച്ചോളൂ. യു ക്യാൻ ബി എൻ എക്സലന്റ് ട്രാൻസ്ലേറ്റർ ഇൻഷാ അല്ലാഹ്. ഓക്കെ, then we are going to next. അടുത്തത് ഇതിലുള്ള ഫൈൻഡ് ദി കറക്റ്റ് വൺ. ഫൈൻഡ് ദി കറക്റ്റ് വൺ. ഏതാണ് കറക്റ്റ്? ഫസ്റ്റത്തെ മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അത് തെറ്റാണ്. കാരണം വൈ? അബ്ദുള്ള എന്നുള്ളത് ഓക്കെ, അവിടെ ഇപ്പൊ മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് പറയുമ്പോ ഇബ്നു എന്ന് പറഞ്ഞ മകൻ എന്നാണ്. പക്ഷെ മകൻ എന്ന് പറയുമ്പോ അവിടെ ആ അലിഫ് ഇട്ടത് ശരിയല്ല. ഓക്കെ, അതായത് രണ്ട് പേരുകൾക്കിടയിൽ ഇബിന്ന് പറയുമ്പോ അലിഫ് ഇടാതെയാണ് അറബിയിൽ. എയ്ത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ശരിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ ടൈപ്പ് ചെയ്യുമ്പോഴോ എയ്ത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരെ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ റെഡിയാക്കി പോകണം. അതിന്റെ ചില ഉദാഹരണങ്ങൾ കാണിക്കുന്നത് മാത്രം. കാര്യമായിട്ടും പങ്ക്ച്വേഷൻസ് ഒക്കെ വരുമ്പോ എവിടെയാണ് കോമ ഇടേണ്ടത്, എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്, കോളൻ ഇടേണ്ടത്, ഇത്തരം സംഗതികളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട്, ചിലപ്പോൾ നമ്മൾ മുകളിൽ രണ്ട് എന്ത് ചെയ്യും, ഇൻവെർട്ടർ കോമ ഇട്ട് എഴുതും, ചിലപ്പോൾ ഒന്ന് മാത്രം ഇട്ട് എഴുതും, അപ്പോസ്ട്രോഫ് ഇട്ട് എഴുതും. ഇതൊക്കെ എവിടെയാണ് എയ്ത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ധാരണ വേണം. ഞാനൊരു ട്രാൻസ്ലേറ്റർക്ക് ധാരണ ഉണ്ടാവേണ്ട മേഖലകളെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതിൽ ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. മുഹമ്മദ് ഇബിനി അബ്ദില്ല എന്നാണ് എഴുതിയത്, അത് ശരിയാവൂല. മുഹമ്മദ് ഇബിന് അബ്ദില്ല, ഇതൊന്നും അവിടെ ഏറ്റവും ആപ്റ്റ് ആയതാവുന്നില്ല. അടുത്തത് അന്ത ത്വാലിബു, ഇതെന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സിഫത്ത് മൗസൂഫ് ആണോ, ഖബർ മുബ്തദ ആണോ, നഅത്ത് മന്നൂത്ത് ആണോ, ജുംല ഇസ്മി ആണോ? അറബി ഗ്രാമർ, അറബിയിൽ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു സാധനമാണ്. അന്ത ത്വാലിബു, മുബ്തദ ഖബർ. മുബത്ത ഖബർ. ഓക്കെ, അവിടെ മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. അന്ത ത്വാലിബുൻ എന്നാണ് പറയുമെങ്കിൽ മുബ്തദ ഖബറാണ്. നീ ഒരു വിദ്യാർത്ഥിയാണ്. യു ആർ, അപ്പൊ ട്രാൻസ്ലേഷൻ വരിക യു ആർ എ സ്റ്റുഡന്റ്. യു ഒരു ആർ എ ഡൗട്ട് സ്റ്റുഡന്റ്. പറ്റുമോ? ചോദിച്ചോളൂ. അതായത് നമ്മുടെ നെഹ്വിന്റെ കായിക അനുസരിച്ച് ലമീറിന് സിഫത്ത് കൊടുക്കാൻ പറ്റൂല എന്നില്ല. അതെ, ഓക്കെ, അത് ശരിയാണ്. അപ്പൊ ഞാൻ എന്നാ ഉദാഹരണം നമുക്ക് മാറ്റാം. അതെ, സയ്യിദുൻ അൽ ഖായിമു എന്നാണ് വിചാരിച്ചോളൂ നിങ്ങള്, അല്ലെ സയ്യിദുൻ അത്വാലിബു. ഓക്കെ, സയ്യിദുൻ അത്വാലിബു ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ സയ്യിദുൻ ത്വാലിബുൻ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യാ, സയ്യിദ് ഒരു വിദ്യാർത്ഥിയാണ് എന്നാവുന്നുള്ളൂ. സയ്യിദ് ഈസ് എ സ്റ്റുഡന്റ്. ഓക്കെ, ദി സ്റ്റുഡന്റ് സയ്യിദ് എന്ന് പറയണമെങ്കിൽ, സ്റ്റുഡന്റ് ആയ സയ്യിദ് എന്നാണ് പറയണമെങ്കിൽ സയ്യിദുൻ അത്വാലിബു എന്നാണ് പറയാ. ഇതൊക്കെ പല ട്രാൻസ്ലേഷനിലും പല എഴുത്തിലും നമുക്ക് നിത്യമായിട്ട് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റി വരുന്നത് കാണും. ഓക്കെ, നമ്മളെ നമ്മുടെയൊക്കെ മദ്രസ ബോർഡുകൾ അല്ലെങ്കിൽ സ്കൂളുകളുടെ ബോർഡുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും. ഉദാഹരണം അൽഹുദ സെക്കൻഡറി മദ്രസ, അവിടെയൊക്കെ എഴുതിയിട്ടുണ്ടാവുക മദ്രസ സാനവിയ അൽഹുദ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ശരിക്കും ചെയ്യേണ്ടത് മദ്രസ. Clear? Is it clear for you? Is it clear for you? He is a qazi. Next, he is a qazi, അല്ലെ he is a qadi, അദ്ദേഹം ഒരു ഖാദിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ ഹുവൽ ഖാദി എന്നാണോ, ഹുവ ഖാദി എന്നാണോ, ഹുവൽ ഖാദി എന്നാണോ, ഹുവ ഖാദി എന്നാണോ? ഹുവ ഖാദിൻ എന്നത് കറക്റ്റ് ആണ്. ഹുവ ഖാദിൻ എന്തുകൊണ്ടാണത്? ഹുവ ഖാദിൻ എന്ന് പറഞ്ഞാൽ മതി, അവിടെ യാണ്ട ആവശ്യമില്ല. ഇനി അലിഫ്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അൽ ഖാദി എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എഴുത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ എഴുത്തിലുള്ള ഇത്തരം സംഗതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നന്നായി ധാരണ വേണം. കാര്യമായിട്ട് ഇപ്പത്തെ ഒരു അറബിയില് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറെ ദി ഇടണം എന്നൊക്കെ നമ്മൾ പറയില്ല, സൂപ്പർലാറ്റീവിന്റെ മുമ്പ്, അല്ലെങ്കിൽ എ ആനി ഇങ്ങനെയൊക്കെ പറയുന്നിടത്തുള്ള പുതിയ അറബിയിൽ ഹംസത്ത് വസ്ലി ഖത്ത് എന്നുള്ള സാധനം ഉണ്ട്. കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹംസത്ത് ഖത്ത് എഴുതുന്നിടത്തൊക്കെ ഒരു ഐനിന്റെ തല എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇടണം. ഫോർ എക്സാമ്പിൾ ഇസ്മുൻ ഒരാൾ എഴുതാണ്, പേര് ഇസ്മുൻ എഴുതാണെങ്കിൽ അലിഫ് പോലുള്ള ഹംസത്തിൽ വസ്ലേ ഇടാൻ പാടുള്ളൂ. അതിന്റെ താഴെ ആ ഒരു ഐനിന്റെ തല ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇടാന് പാടില്ല. എഴുത്തിലുള്ള തെറ്റുകൾ ഇംല എന്നതിന് പറയും, ഇംല ഈ തെറ്റുകൾ. ഉദാഹരണം ഇവിടെ ഇംല എന്ന് എഴുതിയ തന്നെ അറബിയിൽ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഇംല എന്ന് ഇങ്ങനെ ഞാൻ ഈ എഴുതിയ പോലെ എഴുതണം. ഇംല എന്ന് അലിഫിട്ട് എഴുതിയാൽ ശരിയാണ്, കാരണം ഫസ്റ്റത്തെ ഹംസ എന്താണ്, ഖത്താന്റെ ഹംസയാണ്. ഇസ്മുൻ എഴുതുമ്പോൾ ഒരാൾ എന്ത് ചെയ്യാൻ, ഞാനിപ്പോ ഈ ടൈപ്പ് ചെയ്ത പോലെ ഇങ്ങനെ ഇസ്മുൻ ചാറ്റിൽ ടൈപ്പ് ചെയ്ത പോലെ ഇസ്മുൻ എഴുതാൻ പാടില്ല. ഇസ്മുൻ ഇങ്ങനെ തന്നെ എഴുതണം. അപ്പൊ ഇങ്ങനെ ഇംല ഈ അപ്പൊ മൂന്നാമത്തെ ഏരിയയാണ്. ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ലിട്രേഷൻ പറഞ്ഞു, ബേസിക് ഗ്രാമർ പോർഷൻസ് പറഞ്ഞു. മൂന്നാമതാണ് ഇംല ഈ ആയ വിഷയങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയണം. ഞാനൊരു ട്രാൻസ്ലേറ്ററിലേക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കുന്നത് മാത്രം, എന്നിട്ട് നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരും. ഓക്കെ, പിന്നെ ആരും എന്തോ ചോദിച്ചിക്കണ് നിങ്ങളെ ചോദ്യം. ഇല എന്ന് അങ്ങനെ എഴുതുന്നത് ശരിയല്ല. ഇല എന്ന് എഴുതുമ്പോ എന്തായാലും താഴെ അയിനിന്റെ തല വേണം. അതായത് ഖത്തിന്റെ ഹംസയാണ്. പല സ്ഥലത്തും നമുക്ക് ഇത്തരം തെറ്റുകളൊന്നും ആരും മെയിൻറ്റ് ചെയ്യാത്ത രീതിയിൽ വരെ കാണാൻ കഴിയും. അപ്പൊ നമ്മളൊരു പെർഫെക്റ്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം സംഗതികളെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നുള്ളതാണ് അടുത്തൊരു ഏരിയയാണ് നമുക്കുള്ളത് വൊക്കാബുലറിയുടെ മിസ്സിംഗ് ഉണ്ടാവും. ജനറലി നമ്മൾ കുറെ സാധനങ്ങൾ കാണുന്നുണ്ടാവും. സാധാരണ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ ട്രാൻസ്ലേഷനും ഭാഷാ പഠനമൊക്കെ രസകരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ഇപ്പൊ നമ്മൾ നിത്യമായി കാണുന്ന ചില വാക്കുകളാണ് സ്ക്രീന്, കമ്പനി, പാസ്വേഡ്,
ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനങ്ങളാ. ഇതിനൊക്കെ ജനറൽ വൊക്കാബുലറികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോ മേഖലയുള്ള വൊക്കാബുലറിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയണം. അത് രാജ്യത്തിന്റെ പേരുകളാവാം. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർക്ക് പൊതുവെ അറിയേണ്ട കമ്പനികളുടെ പേരുകളാവാം, സ്ഥലങ്ങളുടെ പേരുകളാവാം. ഓക്കെ, അതിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ മനസ്സിൽ ഉത്തരം കണ്ടാൽ മതി. ഞാൻ എന്ത് ചെയ്തു? ഇന്നൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി. ഇത് അറബിയിലോ ഐ വെന്റ് ടു എ ടെക്സ്റ്റൈൽസ് ടുഡേ എന്ന് ഇംഗ്ലീഷ് നമ്മൾ പെട്ടെന്ന് പറയും. നമ്മുടെ പക്ഷെ അറബിയിൽ അത് പറയോ? ദഹബ്തു ഇല, ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിന്റെ പേര് പറഞ്ഞോളി. ഇപ്പൊ ഖദീജ ടെക്സ്റ്റൈൽസ്. അപ്പൊ ദഹബ്തു ഇല ഖദീജ ലിൽ അഖ്മിശ അൽയൗം അങ്ങനെയാണ് പറയാ. ഫോർ എക്സാമ്പിൾ, അങ്ങനെ നമ്മൾ നിത്യമായി കേൾക്കുന്ന ഇതിനെ കുറിച്ച് നമ്മൾ ഭാഷയെ പഠിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയാൽ യു ക്യാൻ അഷ്യൂർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻഷാല്ലാ. അപ്പൊ അതിലുള്ള സാധനങ്ങളാണ് സ്ക്രീന്, കമ്പനി, പാസ്വേഡ്. അതിൽ ശാശത്ത് എന്നാണ് സ്ക്രീനിൽ പറയാ. ശരിക്കത്ത് വായിക്കേണ്ട, ഷെർക്കത്ത് ഷിർക്കത്ത് ഒന്നും വായിക്കരുത്. വായന തെറ്റിയാൽ തന്നെ ഒരുപാട് അർത്ഥം. കാരണം ഇന്ന് ഈ കാലത്ത് നമ്മൾ വോക്കൽ ട്രാൻസ്ലേഷനുകൾ നന്നായിട്ട് വരും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. എഴുത്തിൽ കുറെ AI സഹായിക്കുമെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉഷാറാക്കണം. അപ്പൊ നമ്മളെ വായനയൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വായിക്കാനുള്ള ശ്രമം നടത്തണം. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. പല ആളുകളും കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ള പറയൽ എന്താണ്? അന ഷാറക്തു ഫി സിവാജി അഹി എന്നൊക്കെ പറയും. അത് തെറ്റാണ്. എന്താണ് പറയേണ്ടത്? ഞാന് പങ്കെടുത്തു, ഷാറക്തു ഫി എന്ത് പറയണം? സവാജി അഹി എന്നാ പറയേണ്ടത്. എന്നാണ് വായിക്കേണ്ടത്, സി എന്നല്ല. സവാജ് എന്ന് പറഞ്ഞാൽ മാരേജ് ഫംഗ്ഷൻ. സിവാജ് എന്ന് പറഞ്ഞാൽ ഇണ ചേരുക എന്നാണ് അർത്ഥം. അപ്പം വളരെ മോശപ്പെട്ട അർത്ഥത്തിലേക്ക് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ എത്തുന്നുണ്ട്. അപ്പൊ അത് ശരീക്കത്ത് എന്ന് വായിക്കണം, ഷിർക്കത്ത് എന്ന് വായിക്കുക. ഷിർക്കത്ത് എന്ന് പറഞ്ഞാല് പാർട്ട്ണർഷിപ്പ് ആണ്. പിന്നെ കെലിമത്തുൽ മുറൂർ എന്നാണ് പാസ്വേഡിന് പൊതുവെ പറയാറ്. അപ്പൊ എന്റെ ഒരു ഈ ഒരു ക്വസ്റ്റ്യനോടുള്ള ലക്ഷ്യം എന്താണ്? ബേസിക് വൊക്കാബുലറിയെ കുറിച്ച് എന്ത് ചെയ്യണം? നമുക്ക് ധാരണ വേണം. പിന്നെ ആരോ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, അലിഫ്ലാം ഏതിനോടത്ത് സാധാരണ നമ്മൾ അലിഫ്ലാം മാരിഫാൾ അലിഫ്ലാം ഉണ്ടല്ലോ, അതിലെവിടെ ഒക്കെ വസ്ലിന്റെ ഹംസയാണ്. അലിഫ്ലാം ഉണ്ടല്ലോ, അതിലെവിടെ ഒക്കെ വസ്ലിന്റെ ഹംസയാണ്, ഖത്തിന്റെ ഹംസ അല്ല. ഓക്കെ, ഹർഫുകളുടെ കൂട്ടത്തിൽ അത് മാത്രമേ അങ്ങനെ ഉള്ളൂ. ബാക്കി എല്ലാ ഹർഫും തുടക്കത്തിൽ വരുന്നൊക്കെ ഹംസിന്റെ ഖത്തിന്റെ ഹംസയാണ്. ഏതായാലും നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്പീഡ് ആക്കണം. പിന്നെ ഇനി അടുത്തൊരു മേഖല, നമ്മളൊരു ട്രാൻസ്ലേഷൻ ജോബിന് പോവുകയാണെങ്കിലേ നമുക്ക് കാര്യമായിട്ട് എന്താ വരിക? ലീഗൽ ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേഷൻ ചെയ്യാനാ വരിക. അതായത് കുറെ വ്യത്യസ്ത ടൈപ്പ് സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടാവും. NOCകള്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കുറെ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണികൾ ഉണ്ടാവും. പിന്നെ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ കുറെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ചെയ്യാം. അപ്പൊ ഡോക്യുമെന്റിന്റെ ഭാഷ ഒരു പ്രത്യേക ഭാഷയാണ്. അത് നമ്മൾ കുറെ മോഡലുകൾ ഇങ്ങനെ പഠിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു ടൈപ്പിംഗ് സെന്ററോ അതൊക്കെ ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അക്ഷയന്റെ പോലെയാണ്. നമ്മുടെ നാട്ടിലെ അക്ഷയയിൽ എന്താ ഉള്ളത്? കുറെ ലീഗൽ സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യുക. അതേപോലെയാണ് പാസ്പോർട്ടുകൾ ചെയ്യാനുണ്ടാവും, അതിന്റെ പുതുക്കാനുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ അതിൽ കുറെ ടെക്നിക്കൽ ടേംസ് വരും. അത് നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഡോക്യുമെന്റിൽ വരുന്ന കുറച്ച് വാക്കുകളാണിത്. കാത്തിബു അതിൽ എന്ന് പറഞ്ഞാൽ നോട്ടറി പബ്ലിക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പൊ ഉദാഹരണം പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ അവസാനം ഈ നോട്ടറി പബ്ലിക് സീൽ ചെയ്യണം. ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒഫീഷ്യലായ ഡോക്യുമെന്റുകൾ സീൽ ചെയ്യാൻ അതോറിറ്റി ഉള്ള, അവകാശമുള്ള ആൾക്കാണ് നമ്മൾ നോട്ടറി പബ്ലിക് എന്ന് പറയാം. അതിനാണ് അറബിയിൽ കാത്തിബ് അതിൽ നിന്നാണ് ഇതിന് പറയാറുള്ളത്. ഇംഗ്ലീഷിൽ നോട്ടറി പബ്ലിക് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ടേംസിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. അല്ലെങ്കിൽ റഖ്മുൽ ഖൈദ്, എല്ലാ സർട്ടിഫിക്കറ്റും അങ്ങനെ പല സർട്ടിഫിക്കറ്റും റഖ്മുൽ ഖൈദ് എന്ന് കാണും. റഖ്മുൽ ഖൈദ് എന്ന് പറഞ്ഞാൽ ഖൈദ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്നാണ് അവിടെ അർത്ഥം. റഖ്മുൽ ഖൈദ് ആണ് രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ അത് കാണുന്നതാണ്. പിന്നെ പല കമ്പനികളുടെ അവസാനത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കമ്പനിയുടെ അവസാനം PVT LTD എന്നൊക്കെ എഴുതിയത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? എന്താ PVT LTD എന്നൊക്കെ പറഞ്ഞ? വാട്ട് ഡസ് ഇറ്റ് മീൻ PVT LTD? പ്രൈവറ്റ് ലിമിറ്റഡ്. അതെ, പ്രൈവറ്റ് ലിമിറ്റഡ് ഷോർട്ട് ആക്കിയിട്ട് എഴുതാനാണ്. അതേപോലെ പല കമ്പനീന്റെ അവസാനത്തിൽ LLC അല്ലെങ്കിൽ LLP എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. LLC എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ്. LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഓരോ കമ്പനിയുടെ ഓരോ ടൈപ്പുകളാണ്. അപ്പൊ ഇങ്ങനത്തെ അപ്പൊ അത് അറബിയിൽ എഴുതുമ്പോ നമ്മൾ L എന്നല്ലേ, അപ്പൊ അതുകൊണ്ട് ലാം ഇടുക. അടുത്ത L ആണ്, ലാം ഇടുക. C എന്നാണ്, അപ്പൊ സീൻ ഇടുക. അത് പറ്റൂല.
അതിന് അറബിയിലും ഒരു എന്തുണ്ടാവും, ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അതിന് പൊതുവെ പറയാറുള്ളതാണ് ഒന്ന് ഷീൻ, ദാൽ, മീം, മീം. അതിനൊരു ഫുൾ ഫോം ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്ത ഉത്തരമായിട്ട്. ഷെരീക്കത്തുൻ ദാത്ത് മസ്ഊലിയ മഹ്ദൂദ എന്നാണ്. ഷെരീക്ക എന്ന് പറഞ്ഞ കമ്പനി, ദാത്തന ഉള്ള, മസ്ഊലിയ എന്ന് പറഞ്ഞാല് എന്താണ്, ലയബിലിറ്റി, ഉത്തരവാദിത്തം, മഹ്ദൂദ ലിമിറ്റഡ്. അപ്പൊ ഈ ഷെരീക്ക എന്നുള്ളതിന്റെ ഷീൻ എടുത്ത്, ദാത്ത് എന്നുള്ള ദാലെടുത്ത്, മസ്ഊലിയന്റെ മീം എടുത്ത്, മഹ്ദൂദന്റെ മീം എടുത്ത്, ഇങ്ങനെയാണ് ഷീൻ ദാൽ മീം മീം ചില ഡോക്യുമെന്റിൽ ഉണ്ടാവും, ചിലയിടത്ത് ദാൽ മീം മീം ഉണ്ടാവും. ഇംഗ്ലീഷിൽ വേറെ വേറെ കാണും, LLC എന്ന് കാണും, ചിലയിടത്ത് WLL എന്ന് കാണും, ഇംഗ്ലീഷിൽ LLC എന്ന് കാണുന്ന പോലെ, അതായത് വിത്ത് ലിമിറ്റഡ് ലിയബിലിറ്റി എന്നാണ്. അപ്പൊ ഇത്തരം ഇസ്തിലാഹുകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, ടെക്നിക്കൽ ടേംസിനെ കുറിച്ചിട്ടൊക്കെ ഡോക്യുമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടേംസ്, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം, ഇങ്ങനെ ഒരുപാടുണ്ട്, അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായ ധാരണ. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്, ഒരു ട്രാൻസ്ലേറ്റർ അറിയേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതാണ് അടുത്തൊരു പോയിന്റ് ആണ് കൾച്ചറൽ നുവാൻസസ്. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് ചിരിക്കൂ, എന്റെ കൂടെ ഉള്ളവരൊക്കെ ഒന്ന് പൊട്ടിച്ചിരിക്കൂ. ഇതിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുമല്ലോ? ഞാൻ ചിരിക്കാം. ഷാറേ ചിരിക്കൂ. മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാവരുടെയും ഒരു പുഞ്ചിരി നിലനിർത്തട്ടെ. ട്രാൻസ്ലേഷൻ പീരീഡിൽ നല്ല പുഞ്ചിരിച്ച് മുന്നേറാനൊക്കെയുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ, ആമീൻ. ഓക്കെ, ശുക്രാൻ. അടുത്തതാണ് കൾച്ചറൽ നുവാൻസസ് എന്ന് പറയും. കൾച്ചറൽ നുവാൻസസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് മലയാളത്തിന് ഉപയോഗത്തിലൊക്കെ അതിന് പ്രത്യേക ഒരു ശൈലിയും കൾച്ചറൊക്കെ അല്ലേ, അതേപോലെ അറബിക്കും ഇംഗ്ലീഷിനൊക്കെ ഉണ്ടാവും. അതിലാണ് നിലവിൽ AI എന്താ പറയുക പരാജയപ്പെടുന്ന വലിയൊരു മേഖലയാണ് ഈ കൾച്ചറൽ നുവാൻസസ് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദുഃഖവെള്ളി നിങ്ങൾ കണ്ടോളൂ. ദുഃഖവെള്ളി എന്ന് പറഞ്ഞാല്, അപ്പൊ ദുഃഖല്ലേ, സാഡ്, വെള്ളി ഫ്രൈഡേ, സാഡ് ഫ്രൈഡേ എന്ന് ഒരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷെ അത് ശരിയായ ട്രാൻസ്ലേഷൻ അല്ല. ദുഃഖവെള്ളി എന്ന് പറഞ്ഞാല് അത് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഒരു ദിവസമാണ്, അല്ലേ? അതിന് ഇംഗ്ലീഷിലെ ഉപയോഗം ഗുഡ് ഫ്രൈഡേ എന്നാണ്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരം കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസം കുറിച്ച് അറിയണം. അതിനിപ്പോ സാധാരണ ഇങ്ങനത്തെ പ്രോവർബുകള്, നമ്മളെ പഴഞ്ചൊല്ലുകളിലൊക്കെ നന്നായിട്ട് വരും. മുറ്റത്തെ മുല്ലക്ക് മണമില്ല, അതൊരാൾക്ക് മുറ്റം എന്നുള്ളതിന് അറബിയിൽ ഫിനാ എന്നാ പറയാ. കോട്ടിയാട്, ഓക്കെ, കോട്ടിയാട് എന്ന് പറയില്ലേ. മുല്ല, ജാസ്മിൻ എന്ന് പറയാം, അറബിയിൽ യാസ്മീൻ എന്ന് പറയാം. മണം, സ്മെല്ല്, ശമം എന്ന് പറയാം അറബിയില്. അപ്പൊ അതിന് ലൈസലി യാസ്മീനിൽ ഫിനാഇ ശമമുൻ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്താല് ലിറ്ററലി അങ്ങനെ വേർഡ് വെച്ച് ട്രാൻസ്ലേഷൻ ഓക്കെയാണ്, പക്ഷെ അത് വലിക്കൊന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷില് there is no smell for the jasmine of കോട്ടിയാട് എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ ചാജിബിട്ടൊക്കെ അങ്ങനത്തെ അത് പറ്റിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മള് ആ ഒരു ഭാഷയുടെ എന്താണോ ആ ഒരു അർത്ഥത്തിലുള്ള ഉപയോഗം, അത് തന്നെ എന്ത് ചെയ്യണം, നമ്മള് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇങ്ങനത്തെ പഴഞ്ചൊല്ലുകൾ എവിടെ കിട്ടും എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഓക്കെ, അത് ഒന്നുള്ളത് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ ഗ്ലോസറികൾ ഉണ്ടാവും. ഗ്ലോസറി എന്ന് പറഞ്ഞാൽ പദങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയ ഓരോ മേഖലക്കും ഗ്ലോസറികൾ ഉണ്ട്. ആ ഗ്ലോസറികളൊക്കെ ഫൈൻഡ് ചെയ്താണ് നോക്കുക. അതിന് പ്രത്യേക സൈറ്റുകൾ ഉണ്ട്, ആ സൈറ്റിൽ നിന്നൊക്കെ നോക്കി നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാതിന് കുറെ ഉപയോഗമുണ്ട്. അതിൽ ഒരു ഉപയോഗമാണ് അറബിയിൽ പറയാൻ പറ്റുന്ന ഒരു ഉപയോഗമാണ് ലൈസലി നബീൻ കറാമത്തുൻ ഫി വത്തനിഹി എന്ന് പറയും. ആ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പറയേണ്ടത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ്. ഞാൻ ടൈപ്പ് ചെയ്യാം, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ് നമ്മൾ ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയേണ്ട പ്രോവർബ്. അപ്പൊ ഇങ്ങനത്തെ കൾച്ചറൽ നുവാൻസസിനെ കുറിച്ചിട്ട് നമുക്ക് ആസ് എ ട്രാൻസ്ലേറ്റർ നമുക്ക് ധാരണ വേണം. ഇനി ആർക്കെങ്കിലും, ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഏരിയ. നമ്മളിപ്പോ ഒരു ട്രാൻസ്ലേറ്റർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചിട്ട്, ഏരിയാസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഒന്നോ രണ്ടോ ഉദാഹരണം മാത്രം പറഞ്ഞ് സംസാരിച്ചാണ്. ഒന്ന് പറയാൻ പറ്റുമോ? നമ്പർ 1, ഇതിന്റെ മീനിങ് എന്താ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലൈസലി നബി, ഒരു നബിക്കും ഇല്ല, കറാമത്തുൻ ഫി അഹ്ലി, തന്റെ കുടുംബത്തിൽ വലിയ വില ഒന്നും ഉണ്ടാവില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ലാറ് എന്താ, നമ്മളെന്നും കാണുന്ന സാധനത്തിന് പ്രത്യേകിച്ച് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതല്ലേ, അല്ലേ? അതാണ് ഒരു നബിക്ക് ചിലപ്പോ നബിന്റെ കുടുംബക്കാരത്തെ പ്രത്യേകിച്ച് നബിയാണെന്നോ അല്ലെങ്കിൽ അവന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു അർത്ഥത്തിൽ അറബിയിൽ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ശുക്രാൻ.
അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് ട്രാൻസ്ലിട്രേഷൻ. അങ്ങനെ ഉണ്ട്. അതും ലാ രണ്ട് സെയിം കറാമത്തിൽ തന്നെ. വതനിഹി എന്നുണ്ട്. അത് ഓക്കെ. സെയിം തന്നെ രണ്ടും. ഒക്കെ ഒരേ ആ സെയിം ആണ്. അതെ അതെ. അതിനിത് ഇതല്ലാത്ത ഇപ്പൊ ഉപയോഗം മാനി നോക്കിയാ കിട്ടൂലേ? ഞാനാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഗ്ലോസറി ഉണ്ട്. പ്രത്യേക ഗ്ലോസറി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഇപ്പൊ ഓരോ മേഖലക്കും ഓരോ ഡിക്ഷണറി പോലെ ഇറക്കും. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഡിക്ഷണറിയോ ഗ്ലോസറികൾ അവലംബിക്കുക എന്നുള്ളതാണ് അതിൽ ഇത് പ്രധാനമായിട്ടും പഠിക്കാൻ ചെയ്യേണ്ടത്. പറ്റിയ സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഗ്രൂപ്പിലിടുവോ? ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തത്, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു ഷോർട്ട് ഒന്ന് ജസ്റ്റ് പറയാം. ഒരു ട്രാൻസ്ലേറ്റർക്ക് അറിയേണ്ട മേഖല ട്രാൻസ്ലിട്രേഷൻ പറഞ്ഞു, ബേസിക് ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞു, എയ്ത്തിലുള്ള ഇംലാഇയായ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ കൾച്ചറൽ ന്യൂആൻസസ് പറഞ്ഞു, പിന്നെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംഗതികളെ പറ്റി പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇത്തരം മേഖലകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അറിയണം. ആ ന്യൂ ജോയിൻഡ് ആയ ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കേട്ടിട്ട് മനസ്സിലാക്കാം. ഉദാഹരണ സഹിതം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു. നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ കിട്ടും, നിങ്ങൾ ബാക്കി സജീവമായിട്ട് കേട്ടാൽ മതി. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. എന്തിന് ഈ ഒരു AI കാലത്ത് ട്രാൻസ്ലേഷൻ പഠിക്കണം? ഓക്കെ. എല്ലാരും എന്റെ കൂടെ ഉണ്ടാ? എന്തിന് AI പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തിനാണ് ഈ AI കാലത്ത് എന്ത് ചെയ്യണത്? ഒക്കെ ChatGPT-നോടോ ഇതിനോടൊക്കെ ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പഠിച്ചുണ്ടാക്കണത് എന്നുള്ളത്. ഓക്കെ. ഒന്ന് എനിക്ക് ഒരു മറുപടിയോട് പറയാനുള്ളത് എന്താ അറിയോ, അങ്ങനെയാണ് ഒരു സാധനം എന്ന് പഠിക്കേണ്ട നിങ്ങൾ പറയേണ്ടി വരും. ഓക്കെ. മാത്സ് എന്തിനു പഠിക്കണം? അതിൽ ടൈപ്പ് ചെയ്താൽ പോരെ. സയൻസ് എന്തിനു പഠിക്കണം? ഇങ്ങനെ ഓരോ സാധനം എടുത്താലും പഠിക്കണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ആൻസർ വരിക. അത് ശരിയായ ആൻസർ അല്ല. മാത്സ് എന്തിനു പഠിക്കണം? കൂട്ടാനും ഗുണിക്കാനൊക്കെ എന്തിനു പഠിക്കണേ? അതിലിട്ട് ടൈപ്പ് ചെയ്താൽ പോരെ. ഒന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ AI ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അത് തരുന്നത് സാധനം വെച്ചിട്ടാണെങ്കിൽ സ്പീഡ് വളരെ പ്രധാനമാണിത്. അപ്പൊ നിങ്ങൾക്ക് വൊക്കാബുലറിയും നിങ്ങളുടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, ആ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബേസ് ചെയ്ത് ഇപ്പൊ നിങ്ങള് PROമാരായി ജോലി ചെയ്യും, HR ഒക്കെ ആയിട്ട് ജോലി ചെയ്യും. അതിലൊക്കെ നിങ്ങൾക്ക് ഈ ട്രാൻസ്ലേഷൻ സ്കില്ല് നന്നായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കും. അത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് മലയാളത്തിലുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്നതിൽ. അപ്പൊ അതിലൊക്കെ നമ്മൾ AI സ്ഥിരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ആർക്കും സംശയമൊന്നുമില്ല. അതിങ്ങനെ ഉഷാറായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, മെമ്മറൈസ് പീരീഡിലല്ല. പണ്ടൊക്കെ ഇപ്പൊ ഒരു ട്രാൻസ്ലേറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ഭാഷാ സ്കില്ലുള്ള ആളാന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലും എന്താണ്, അതിൽ കുറെ വൊക്കാബുലറിയും കുറെ ടേംസ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞാല് മാഷാ അല്ലാഹ് ഇയാള് പൊളിയാന്ന് പറയും. ഇന്ന് മെമ്മറിയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ വാക്കുകളാണ്. ബ്യൂട്ടിഫുളിന്റെ വാക്കുകൾ അടിച്ചാൽ ഇഷ്ടംപോലെ വാക്കുകൾ വരും. ഇങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരും. പക്ഷെ ആ തന്ന സാധനങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് വ്യാഖ്യാനിക്കുക. ഓക്കെ. ഒരാൾ ദേഷ്യപ്പെട്ടു, മലയാളത്തിൽ പറയുകയാണെ ദേഷ്യപ്പെട്ടു എന്ന് പറയാം, ആള് കലിപ്പിലാന്ന് പറയാം. ഓക്കെ. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുക ദേഷ്യപ്പെടുന്നുണ്ട്? കോപിച്ചു. കോപിച്ചു എന്ന് പറയാം. രൗദ്രഭാവം പൂണ്ടു എന്നൊക്കെ പറയാം. പറഞ്ഞൂടെ? കേന്തിയടി. ഇതൊക്കെ ഒരേ സാധനമാണോ? ആണോ? അല്ല. അത് സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ഉപയോഗിക്കാം. മലയാളത്തിൽ നമ്മൾ ചൂസ് ചെയ്യുമല്ലോ. അപ്പൊ അതേ സംഗതികൾ എന്ത് ചെയ്യണം. അപ്പൊ ഇപ്പോ ദേഷ്യം പിടിക്കാന്നുള്ളതിന് എന്താ വാക്കുകളും ചോദിച്ചാല് ഇതൊക്കെ തരും നിങ്ങൾക്ക്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം. അപ്പൊ ഒരാൾക്ക് ഞാൻ മലയാളം പറയാൻ മനസ്സിലായിണ്ടാവും. അപ്പൊ മറ്റാളുകൾക്ക് എന്ത് ചെയ്യണം, ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാലും ഇതന്നെയാണ്, രൗദ്രഭാവം പൂണ്ടാന്ന് പറഞ്ഞാലും ഇതന്നെയാണ്. ഇതൊക്കെ ഇയാൾക്ക് അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് അയാൾക്ക് ഇത് എവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. മനസ്സിലായ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എന്റെ സ്ക്രീന് പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടാവും, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ആദ്യം ഇത് കാണുന്നില്ലേ, ഇത് ChatGPT ആണ് ഞാൻ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇംഗ്ലീഷിലെ ഒരു ഉപയോഗമാണ്. ഇറ്റ് ടേക്സ് ടു ടു ടാങ്കോ. ഓക്കെ. ഇറ്റ് ടേക്സ് ടു ടു ടാങ്കോ എന്ന് നമ്മള് എല്ലാത്തിനും ഒരു കൈ കൊണ്ട് ക്ലാപ്പ് അടിക്കാൻ. അയ്യോ,
താപ്പടിക്കണ രണ്ട് കൈ വേണ്ടേ? വേണ്ടേ? അപ്പൊ നമ്മളൊരു യോജിപ്പ് വേണം, ഐക്യം വേണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഉപയോഗമാണ്. അപ്പൊ ഞാനത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ട്രാൻസ്ലേറ്റ് ടു അറബിക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൂം ചെയ്യാട്ടോ. അപ്പൊ ഇത് തന്നു നോക്കി. ഇംഗ്ലീഷ് ഇഡിയം ഇറ്റ് ഈസ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് അൽ അംറു യതതല്ലബു ശഖ്സൈനി ലിറഖ്സി താൻഗോ. മനസ്സിലാവൂല. നിങ്ങൾക്ക് മനസ്സിലായോ? ശരിയായ ട്രാൻസ്ലേഷൻ അല്ല അത്. ഓക്കെ, ഇനി വേണമെങ്കിൽ അയാൾ കുറച്ചും കൂടി ഒക്കെ നമ്മളെ ഒന്ന് സഹായിക്കും. അൽ അംറു യഹ്താജു ഇലാ ത്വറഫൈൻ. അതിന്റെ ആശയം നമുക്കവിടെ പറഞ്ഞുതരും. രണ്ടാൾ വേണം. അൽ മുഷ്കിലത്തു ലാ യുസബ്ബിഹുഹാ ത്വറഫുൻ വാഹിദ്. പ്രശ്നം ഒരാളെ കൊണ്ട് ഉണ്ടാവില്ല, രണ്ടാളുണ്ടാവും. ഇങ്ങനെ അതിന്റെ വ്യത്യസ്തമായ സംഗതികളൊക്കെ അയാൾ പറഞ്ഞുതരും. പക്ഷെ അപ്പോഴും അതിന് ആപ്റ്റായ ട്രാൻസ്ലേഷൻ തരാന് ചിലപ്പോൾ നമ്മൾ നല്ല പ്രോംപ്റ്റ് കൊടുക്കേണ്ടി വരും. പ്രോംപ്റ്റ് കൊടുക്കാന്ന് പറയും. അതായത് ഈ ചാറ്റ് ജിപിടിയിലൊക്കെ നമുക്ക് എന്താണോ ആൻസർ വേണ്ടത് അത് കിട്ടാൻ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ നല്ല പ്രോംപ്റ്റ് ഒക്കെ ലാംഗ്വേജ് കൊടുക്കാൻ കഴിയും. നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റർ അയക്കും. ഓക്കെ, ബേസിക്കലി നിങ്ങളെ എന്ത് ചെയ്യില്ല, പലയിടത്തും ഇത് അബദ്ധത്തിൽ എന്ത് ചെയ്യും, ചാടിക്കും. അപ്പൊ ഇനി വേണമെങ്കിൽ ഇതേ സാധനം ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നോക്കി, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം, ടൈപ്പ് ചെയ്ത് നോക്കാം ലൈവ് ആയിട്ട്. ഇറ്റ് ടേക്സ് ടു ടു ടാങ്കോ. എന്താ പറയാ നോക്ക? എന്താ കാണുന്നത്? യതതല്ലബുൽ അംറൈനി ഇസ്ലൈനി ലിത്താൻജോ എന്നാ പറഞ്ഞത്. കാണില്ലെങ്കിൽ ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതന്നെ നമുക്ക് കൊണ്ട് ഡീപ്പെല്, സാധാ ട്രാൻസ്ലേഷന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡീപ്പെല്. ഡീപ്പെല് നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കാം. കാണുന്നില്ലേ? ഡീപ്പെല് വരുന്നത് അത്താൻഗോ യതതല്ലബു ശൈഖൈൻ അല്ല ശഖ്സൈനി. ഇതൊന്നല്ല അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. എന്താണ് ശരിയായ ട്രാൻസ്ലേഷൻ? ഇറ്റ് ടേക്സ് ടു ടു ടാങ്കോ. അങ്ങനെ പറയാൻ പറ്റും? എനിബഡി? അൽ അംറു ലാ യകൂനു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ അതെ, വെരി ഗുഡ്. യദുൻ വാഹിദത്തുൻ ലാ തുസഫിഖ് എന്നാണ് അറബിയിൽ ഒരു സ്റ്റാൻഡേർഡായ അറബിയിൽ എന്ത് ചെയ്യല് പറയാറുള്ളത്. അതേ സാധനം അവിടെ താഴെ കൊടുത്തുകണ്, യദുൻ വാഹിദ ലാ തുസഫിഖ്. കണ്ടങ്ങള് ചാറ്റ് ജിപിടിക്ക് തന്നെ വന്നു. അപ്പൊ എനിക്ക് യദുൻ വാഹിദ ലാ തുസഫിഖ് എന്നാണ് അതിന് ഏറ്റവും ആപ്റ്റായ നല്ല അറബികൾ ഉപയോഗിക്കുന്ന സാധനം ഈ ഒരു ആശയത്തിന്. അത് അവർ തന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചാറ്റ് ജിപിടി നേരത്തെ അതന്നെ ചോദിച്ചാണ്, അതൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചു. ടാങ്കോ അതിന് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പൊ അത് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നുണ്ടോ, യദുൻ വാഹിദ ലാ തുസഫിഖ്. നിങ്ങൾ കാണുന്നില്ല എന്താണ്? നേരെ നമ്മൾ മേലെ കൊടുത്തോണ്ട് അത് നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ എന്ത് ചെയ്താൽ മതി, അത് അടിച്ചാൽ മതി. യദുൻ വാഹിദ ലാ തുസഫിഖ് എന്ന് അടിച്ചാല് വരുന്നുണ്ടോ നോക്കുക. അതിലൊക്കെ വ്യത്യാസങ്ങൾ എന്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കാണാം. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ച് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ജനറൽ ആയ സംഗതികളിൽ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ഇതിൽ പെടും. അല്ലെങ്കിൽ ഇപ്പോ ലൊറബ എന്നുള്ള വാക്ക്, ചില വാക്കിനൊക്കെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ ഉണ്ടാവും. ലൊറബ എന്നുള്ള വാക്ക് അടിച്ചു നടത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ എഴുതിയ ഉദാഹരണത്തിൽ ലൊറബ്തു ഇശിരീന മീത്രൻ മഷിയൻ അലൽ അഖ്ദാം. ഇതിന്റെ അർത്ഥം എന്താണ്? ലൊറബ എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ചു എന്നാണ്. ഞാൻ കാൽനടയായി നടന്നാണ്ട് 20 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. ഉദാഹരണം, ഐ വെന്റ് ടു ബാങ്ക് എന്ന് കണ്ട് വിചാരിച്ചോളൂ, ഐ വെന്റ് ടു ബാങ്ക്. അപ്പൊ നമുക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ സാഹചര്യം അറിയെങ്കിൽ നേരെ ട്രാൻസ്ലേഷൻ ശരിയാവൂല. ഐ വെന്റ് ടു ബാങ്ക് പറഞ്ഞാല് ഞാൻ നദീതീരത്തേക്ക് പോയി എന്ന് അർത്ഥാവാ. ട്രാൻസ്ലേഷൻ ആവാ എന്തു ആവാ, ഞാൻ പണം എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോയി എന്ന് അർത്ഥാവാ. ബങ്ക് എന്ന് പറഞ്ഞാൽ അല്ല, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അറബിയിൽ ട്രാൻസ്ലേഷൻ ബങ്ക് ആവാ. അല്ലെങ്കിൽ ലിഫത്തുൻ നഹാർ അല്ല ലിഫത്തുൻ നെഹ്ർ എന്നൊക്കെ ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ എന്നുള്ള ട്രാൻസ്ലേഷന്റെ ഇന്ന് ഏറ്റവും നിങ്ങളെ ഒരു ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ വലിയ പ്രോമിസിംഗ് ആയ സാലറി ഒക്കെ കിട്ടും. ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ, അതായത് ഇപ്പോ ആഡ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് കണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സാധാ കേൾക്കുന്ന ഒരു ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഏറ്റവും ചെറിയ ഇംഗ്ലീഷിലെ സ്റ്റോറി എന്ന് പറയുന്നതാണ് ഫോർ സെയിൽസ് ബേബി ഷൂസ് നെവർ വോൺ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അർത്ഥം നമുക്ക് പെട്ടെന്ന് വെക്കാൻ കഴിയും. ഫോർ സെയിൽസ് വിൽപ്പനക്ക്, ബേബി ഷൂസ് കുട്ടികളുടെ ഷൂ, ബേബി ഷൂ, നെവർ വോൺ ഒരിക്കലും ധരിക്കാത്ത. ഓക്കെ,
അപ്പൊ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല മലയാളത്തിൽ നല്ലത് പറയാൻ കഴിയണം. നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയുമോ? വെറുതെ നിങ്ങൾക്ക് എന്തും പറയാം, ക്രിയേറ്റീവ് ആണ്. ഇന്നത് ശരിയെന്നൊന്നുമില്ല, ഒരുപാട് ശരികൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, പുത്തൻ ബേബി ഷൂകൾ വിൽപ്പനക്ക് എന്നൊരാൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ആദായ വിൽപ്പനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ലേഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ പല പരസ്യവാചകങ്ങൾ കാണുന്നുണ്ടാവും. പരസ്യവാചകങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള എന്താണ് വളരെ പ്രധാനപ്പെട്ട, അതൊക്കെ ഒരു ഈ ക്രിയേറ്റീവ് ട്രാൻസ്ലേഷനിലൊന്നും നമ്മുടെ ഈ സംഗതികള് സഹായിക്കണ വളരെ പരിമിതികളുണ്ട്. നമ്മളിങ്ങനെ കൊടുത്ത് ഇങ്ങനെ കുറേ സമയം ഇരിക്കേണ്ടി വരും. അല്ലാതെ അത് തരുന്ന നേരെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക അത് ശരിയായ ട്രാൻസ്ലേഷൻ ആണെന്ന് ഒറ്റയടിക്ക് വിചാരിക്കരുത്. ഓക്കെ, ഇപ്പത്തെ കാലത്ത് സുഖമാണ്, നിങ്ങൾ ഉപയോഗിക്കണം, ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത്. നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വോയിസ് ടൈപ്പ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിരന്തരം അപ്ഡേഷൻ വരുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ ഇങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചെന്ന് മാത്രം. എന്തായാലും കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തുള്ള ട്രാൻസ്ലേഷനിൽ ഒരു ഹ്യൂമൻ സംഗതി വരും. ഞാൻ അതിന്റെ ഒരു കൂട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വലിയ ട്രാൻസ്ലേഷൻ കമ്പനിയിലേക്കൊക്കെ ഇന്റർവ്യൂയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം ഒരു സാധനം സാമ്പിൾ ആയിട്ട് അയച്ചു തരിക ചെയ്യുക. അത് നമ്മളോട് ഇത്ര സമയം കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്തു, ആ സാധനങ്ങൾ നേരെ മുബഷിർ ഇത് ഓഫാക്കുവോ? നമ്മൾ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്ത്, അത് നേരെ കോപ്പി ചെയ്താണ്ട് ഇമേജ് ഒക്കെ കോപ്പി ചെയ്താണ്ട് എന്ത് ചെയ്ത് ചാറ്റ് ജിപിടിയിൽ എവിടെയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു വെച്ചോളിയും. നിങ്ങൾ മിക്കവാറും അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനാണ് സാധ്യത. കാരണം അധിക വലിയ കമ്പനികളിലും എന്തുണ്ടാവും, റിവേഴ്സ് ട്രാൻസ്ലേറ്റർമാരുണ്ടാവും. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ട്രാൻസ്ലേഷൻ കഴിവുള്ള ആളായിരിക്കും. അദ്ദേഹം മാന്വലി ഈ സാധനം മനുഷ്യൻ മാന്വലി ചെയ്ത ട്രാൻസ്ലേഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവർ അളക്കുക. അപ്പൊ പരമാവധി നിങ്ങൾ ഇത്ര സ്ഥലത്തൊക്കെ നിങ്ങളേതായ മാനുവൽ ട്രാൻസ്ലേഷൻ തന്നെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. നിങ്ങളെ ഈ സംഗതികളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിന്റെ ഒരു കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോകുന്നത്. AI കഴിഞ്ഞു, ഇനി അടുത്തതാണ് നമ്മൾ ജോബ്. ഇത് പഠിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനെക്കുറിച്ച് സ്വബീഹ് ഹുദവിയാണ് സംസാരിക്കുക. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ളവർക്ക് ഞാൻ ചെറിയൊരു കാര്യം 1 മിനിറ്റ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അഥവാ നിങ്ങള് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു വലിയൊരു ട്രാൻസ്ലേഷൻ കമ്പനി, ഓക്കെ, അവർക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഹയറിംഗ് പോസ്റ്റ് ഇടും അല്ലെ, അല്ലെങ്കിൽ അവര് ഞങ്ങൾക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ പോസ്റ്റർ ഇടും. ഒരുപാട് ആളുകൾ CV അയക്കും. അപ്പൊ നമുക്ക് വാലിഡ് ആയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക പ്രധാനമാണ്. അത് നമുക്ക് വേണം. അതിന്റെ കൂടെ എന്തും കൂടെ വേണം, സ്കില്ല് വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് ആ 2 ആഴ്ച മുമ്പ് അവരങ്ങനെ ഔട്ട് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് എൻട്രികൾ വന്നു. അങ്ങനെ അവരുടെ എന്താ പറയാ ഇന്റർവ്യൂക്കും ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്നുള്ളത്, ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് ഇതുവരെ അവർക്ക് 3 ആളുകളെയാണ് ആവശ്യമുണ്ടായിരുന്നു. ഒരാളെ എപ്പോഴും അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതന്നെ പുറത്തുനിന്ന് നമ്മൾ വേറെ ഈ ഇന്റർവ്യൂ അല്ലാത്ത ആളുകളെ കണക്ട് ചെയ്താണ്ട് ചെയ്തതാണ്. കാരണം എല്ലായിടത്തും എന്തുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലായിടത്തും ഓക്കെയാണ്, നല്ല വാലിഡ് ആയ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. അതിന്റെ അർത്ഥം അവർ ഒരു കോഴ്സ് ഒക്കെ പഠിച്ച ആളുകൾ തന്നെയാണ്. പക്ഷെ ആർക്കും എന്തില്ല, ഒരു ട്രാൻസ്ലേറ്റർ എന്ന സ്കില്ല് ബിൽഡായി വന്നിട്ടില്ല. വളരെ ഓറിയന്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമയമെടുത്ത് 2-3 മാസമൊക്കെ എടുത്ത് പഠിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഒരു സ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആയി മാറാൻ കഴിയുക. കേവലമായ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടൂല. അഥവാ കിട്ടിയാൽ തന്നെ അതിൽ നമുക്ക് പ്രൊമോഷൻ ഒക്കെ നേടിയെടുക്കാൻ കഴിയും. നമുക്ക് സ്കില്ലുണ്ട്, എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ അത് ആവശ്യപ്പെടാം. എനിക്ക് സ്കില്ലുണ്ട്, അപ്പൊ നമുക്ക് കൂടായിട്ട് ആവശ്യപ്പെടാം. എനിക്ക് ഇന്ന ഇൻസെന്റീവ്സ് വേണം, ഇത്ര സാലറി വേണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് സ്വബീഹ് ഹുദവി നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓഡിബിൾ ആണോ?
ക്ലിയർ ആണല്ലോ വോയിസ്? ഓക്കെ ഓക്കെ. അതൊന്നു وأرجو أنكم بخير وعافية. I hope that everyone is doing great. നമ്മള് വെബിനാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 hour പിന്നിട്ടു. അപ്പോ ഇനി വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് ട്രാൻസ്ലേഷൻ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന ക്വസ്റ്റ്യൻ ഉത്തരം പറയാനാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത്. ആഷിഖ് റഹ്മാൻ ഹുദവി നമ്മുടെ ലൻലുത്ത് റസീൻ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റിയാണ്. ആഷിഖ് റഹ്മാൻ ഹുദവി പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം. സ്കിൽ മാറ്റേഴ്സ്. അറബി ഇംഗ്ലീഷ് എന്ന 2 ഭാഷകളിൽ നല്ല സ്കിൽ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, if you master Arabic and English languages, then I'm here to explain job opportunities, career development. കാരണം എന്താണെന്ന് വെച്ചാല് ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിലും അറബിയിലും കഴിവുള്ള ആരെങ്കിലും ലോകത്ത് വെറുതെ ഇരിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരം ഉണ്ടാവില്ല എന്നാണ്. വെറുതെ ഇരിക്കുന്നുണ്ടാവില്ല. കാരണം ഒരുപാട് അനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതാണ് ഞാൻ ഇനി പറയുന്നത്. ഏത് MNC ആണെങ്കിലും, മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും, NOC ആണെങ്കിലും, ഏത് MNCകളും ഏത് കമ്പനികൾക്കും ആവശ്യമുള്ളതാണ് ലാംഗ്വേജ് എക്സ്പെർട്ടുകൾ. കമ്പനി ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഏത് NGO നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ലാംഗ്വേജ് എക്സ്പെർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാല് ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് കമ്പനി എടുക്കുക. മാർക്കറ്റിംഗ് കമ്പനിക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ആവശ്യമാണ്. ഈ കമ്പനി ഓണേഴ്സിന് ലാംഗ്വേജിൽ കഴിവുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതൽ വൈഡർ ഓഡിയൻസിന്റെ അടുത്തേക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഭാഷകൾ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കമ്പനികളും ലാംഗ്വേജ് എക്സ്പെർട്ടുകളെ ഫിക്സ് ചെയ്യുന്നത്, ട്രാൻസ്ലേഷൻ അസോസിയേറ്റുകളെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം കമ്പനികൾ ലോകത്ത് നിലവിൽ വരുന്നോ അത്രത്തോളം ട്രാൻസ്ലേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മളെ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ട്രാൻസ്ലേഷൻ കോഴ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സാലറിയാണ്. ഈ അറബി ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 25,000 മുതൽ അങ്ങോട്ടാണ്. ഒരു ഫ്രഷർ ആയ ആളുകൾക്ക് വരെ 25,000 മുതൽ സാലറി സ്കെയിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണെന്നല്ലോ പറഞ്ഞത് അല്ലെ? കമ്പനികൾ ഉദ്ദേശിച്ചത് ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, യൂട്യൂബ്, BMW, അങ്ങനത്തെ ഏത് കമ്പനി എടുത്താലും ശരി, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോ GCC കൺട്രികളിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷ ആവശ്യമാണ്. ഇനി അതിനപ്പുറം ഒരുപാട് ട്രാൻസ്ലേഷൻ ഏജൻസികൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചില ഏജൻസികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ട്രാൻസ്ലേഷൻ ഏജൻസികൾ, ലാംഗ്വേജ് സർവീസ് പ്രൊവൈഡേഴ്സ്, ലാംഗ്വേജ് സർവീസ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഏജൻസികൾ, ഇവർക്കൊക്കെ ഒരുപാട് പ്രൊഫഷണൽസിന് ആവശ്യമാണ്. ഓൺലൈൻ ട്യൂട്ടേഴ്സ്, ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുന്നവർ, പിന്നെ മീഡിയ എന്നുള്ള ഒരു മേഖലയ്ക്ക് കടന്നാൽ കുറച്ചും കൂടെ വൈഡ് ആവുകയാണ്. പിന്നെ ഈ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിക്കുന്നതോട് കൂടെ കേവലം ട്രാൻസ്ലേഷൻ എന്ന ജോബ് മാത്രമല്ല ഉള്ളത്, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു വാതിലും കൂടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം, ഒരു കമ്പനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം. പോസ്റ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റർ ആവശ്യമാണ്. ഒരു പോസ്റ്ററിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടാവണം? ഒരു കമ്പനിക്ക് മോട്ടോ വേണം. അപ്പോൾ ആ മോട്ടോയെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അറബിക് ഓഡിയൻസിനെ എങ്ങനെ കിട്ടും? അപ്പോ
എല്ലാ കമ്പനികൾക്കും ആവശ്യമുള്ളതാണ് ലാംഗ്വേജ് എക്സ്പെർട്ടുകൾ. അപ്പൊ ലോകത്ത് കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ട്രാൻസ്ലേറ്റേഴ്സിന്റെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ്. ഇനി ലിങ്ക്ഡിൻ, നോക്കറി, ആമസോൺ, ഫേസ്ബുക്ക്, ഗൂഗിൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. സ്ക്രീന് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ പറയണേ. ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ സ്ക്രീന്? കാണുന്നുണ്ട്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിർബന്ധമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കണം. ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മ്യൂട്ട് ചെയ്യോ ബാക്കിയുള്ളവര്? ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആർക്കും അക്കൗണ്ട് ഉണ്ടാക്കാം, ഫ്രീ ആണ്. അതിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ നല്ലൊരു പ്രൊഫൈല് സെറ്റ് ചെയ്യുക. നമ്മൾ CV ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് അധികവും ആവശ്യപ്പെടുക. ജോലിക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആവശ്യപ്പെടും. അപ്പൊ അതിന് CV പോലെ വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മൊത്തം കൊടുക്കാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇനി ഫ്രഷർ ആയ ആളുകളാണെങ്കിലും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ദ ജോബ് യു വാണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ച ചില സംഗതികളാണ്: ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഫോർ LLM ട്രെയിനിങ്, ഫ്രീലാൻസ് ട്രാൻസ്ലേറ്റർ, അറബിക് ലാംഗ്വേജ് എക്സ്പേർട്ട്, ഇന്ത്യ ബേസ്ഡ്. ഇവിടെ നമുക്ക് ഏരിയ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിലുള്ള ജോബുകൾ, കേരളത്തിലുള്ള ജോബുകൾ, സദേൺ ഇന്ത്യയിലുള്ള ജോബുകൾ, ഔട്ട് ഓഫ് കേരള. ഇനി രാജ്യം സ്പെസിഫിക് ആയിട്ട് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡം, കോണ്ടിനെന്റ് സെലക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിലുണ്ട്. കമ്പനി ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രിഫറൻസസ് ഒക്കെ കൊടുക്കാം. അതിനനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടും. പറഞ്ഞു വന്നത്, ലിങ്ക്ഡിനിൽ നമുക്ക് നിർബന്ധമായിട്ടും അക്കൗണ്ട് വേണം. പിന്നെ അതേപോലെ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു സംഭവമാണ് നോക്കറി. നോക്കറി എന്ന് പറഞ്ഞ ജോലി എന്നാണല്ലോ. ഇതിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് കോപ്പി റൈറ്റർ, ഇവിടെ സെർച്ച് ജോബ് ഹിയർ എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ ജോബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് കാണും. ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ CV ആയിരിക്കും ആവശ്യപ്പെടുന്നുണ്ടാവുക. അപ്പൊ നല്ലൊരു CV സെറ്റ് ചെയ്ത് വെക്കണം. CV-യിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ കോഴ്സിൽ പങ്കെടുത്തു, ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ വെക്കാം. അവസാനം ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ കൂടെ പാസ് ആവുമ്പോഴാണ് അധിക കമ്പനികൾ നമ്മളെ ഹയർ ചെയ്യുന്നത്. കണ്ടന്റ് റൈറ്റിംഗ്, മറാത്തി കണ്ടന്റ് റൈറ്റിംഗ്. അപ്പൊ എത്ര ലാംഗ്വേജ് നമ്മളെ കയ്യിലുണ്ടോ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ്. ഇംഗ്ലീഷ്, അറബി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു ഈ മേഖല. നമുക്ക് ആക്സസിബിൾ ആയ ലാംഗ്വേജുകൾ ആയതുകൊണ്ടാണ് നമ്മളെ അക്കാഡമി ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഇപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കറി എന്നുള്ളൊരു സൈറ്റ്, ആമസോൺ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. ആമസോൺ ജോബ്സിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യാം. ട്രാൻസ്ലേഷൻ അസോസിയേറ്റ് എന്നൊരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നന്നാവും. അപ്പൊ ഇതില് ട്രാൻസ്ലേഷൻ സർവീസസ്, പ്രോഗ്രാം മാനേജർ ട്രാൻസ്ലേഷൻ സർവീസസ്, അങ്ങനെ ഒരുപാട് സംഗതികൾ വരും. ഇനി ഫ്രീലാൻസ്, pros.com എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. കമ്പനി അല്ല, ഒരു സൈറ്റ്, pros.com. ചില സൈറ്റുകളും പ്ലാറ്റ്ഫോമുകളൊക്കെ പെയ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് അവൈലബിൾ ആയ പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അതിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അടുത്ത ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു പോവാണ്. ട്രാൻസ്ലേറ്റർ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് കഫേ. ഇതിൽ പറഞ്ഞതുപോലെ ട്രാൻസ്ലേഷൻ ജോബ്സ്, ഫൈൻഡ് എ ട്രാൻസ്ലേഷൻ ഏജൻസി. ഇപ്പൊ നമുക്ക് തന്നെ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഏൽപ്പിക്കാം, കൊടുക്കാം. പിന്നെ അതേപോലെ അപ്വർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാറ്റ്ഫോം, ഫിവർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാറ്റ്ഫോം, ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേഷൻ. ചുരുക്കി പറഞ്ഞാൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിന് വേണ്ടത് എന്താന്ന് വെച്ചാല് ഇംഗ്ലീഷ് അറബിക് ലാംഗ്വേജുകൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. അറബിക് ഇംഗ്ലീഷ് ഭാഷയിൽ സ്കില്ല് ഉണ്ടാവുക എന്നത് മാത്രമാണ് പരിഹാരം. ക്ലിയർ? അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ കേവലം ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ എന്നൊരൊറ്റ ജോബ് മാത്രമല്ല ഉള്ളത്. ഈ വേറെ ഉദാഹരണം പറഞ്ഞാല്
ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, റിസ്ക് ഫ്രോഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖല. ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ട്രാൻസ്ലേഷൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ ട്രാൻസ്ലേറ്ററുടെ താഴെയുള്ള ഒരു പൊസിഷനാണ്. സീനിയർ ട്രാൻസ്ലേറ്റർ ഏതായാലും എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് വലിയ പോസ്റ്റ് കിട്ടൂല, സീനിയർ ട്രാൻസ്ലേറ്റർ ഒന്നും ആവില്ല. ട്രാൻസ്ലേഷൻ അസോസിയേറ്റുകളായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്ത ട്രാൻസ്ലേഷൻ അപ്രൂവ്ഡ് ആക്കുന്ന മറ്റൊരു ഏജൻസി, മറ്റ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ ക്ലിയർ ആണോ? വൈൻഡപ്പ് ചെയ്യാം അല്ലെ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള കണ്ടന്റ് മോഡറേഷൻ, കസ്റ്റമർ സപ്പോർട്ട്, ഓഡിയോ വീഡിയോ വെരിഫിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, നേരത്തെ നമ്മൾ വിശദീകരിച്ച ട്രാൻസ്ലിട്രേഷൻ, ഡോക്യുമെന്റ് ക്രിയേഷൻ, കാറ്റഗറൈസേഷൻ. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ ട്രാൻസ്ലേറ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിന്റെ പോളിസിയോട് യോജിക്കുന്നതാണോ ഈ വീഡിയോ കാണാൻ എന്റെ കോണ്ടന്റ് മനസ്സിലാക്കുക, ഫേസ്ബുക്കിന്റെ പോളിസിയോട് യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുക. അങ്ങനെ തുടങ്ങി നിങ്ങൾ അറബി ഇംഗ്ലീഷ് ഭാഷയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഓക്കെ, ശുക്രല്ലക്കും. ഇനി നമ്മൾ ഒരു നല്ല 3 മാസത്തെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഈ പറഞ്ഞ സ്കില്ല് ഉണ്ടാക്കുക എന്നൊരു രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കതിന് കോഴ്സ് ബുക്ക് ഉണ്ട്, 150ലധികം പേജ് വരുന്ന കോഴ്സ് ബുക്ക് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും. നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ എല്ലാ മേഖലയും ഒരുപാട് ഉദാഹരണങ്ങളും മോഡൽസും സഹിതം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നമ്മളെ കോഴ്സ് ബുക്ക് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണും, ഇതാണ് നമ്മുടെ കോഴ്സ് ബുക്ക്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു ട്രാൻസ്ലേറ്ററിന്റെ ഒരു അറിയേണ്ട എല്ലാ മേഖലയും കൃത്യമായിട്ട് വിശദമായിട്ട് നമ്മൾ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലിട്രേഷന്റെ റൂൾസ്, ഇതൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. നിങ്ങൾ ഇതിൽ പഠിക്കുന്നത് കേവലമായിട്ടുള്ള ആപ്പ് വാട്സപ്പ് ക്ലാസ് അല്ല, നമുക്ക് ആപ്പ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് നമ്മൾ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ആപ്പ്, നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ആപ്പിൽ വരികയും നമുക്ക് വ്യത്യസ്ത കോഴ്സുകളുണ്ട്. നമ്മൾ ട്രാൻസ്ലേഷൻ കോഴ്സ് ആണ്, അതിലേക്ക് നിങ്ങൾ വന്നാൽ ഓരോ കോഴ്സിനും ഒരു നേരത്തെ പറഞ്ഞ നമ്മളെ കോഴ്സ് ബുക്ക് ഉണ്ടല്ലോ, ആ കോഴ്സ് ബുക്ക് പ്രകാരം ഒരുപാട് കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത സാധനം നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് ഒരുപാട് തവണ കേട്ട് മനസ്സിലാക്കിയിട്ട് കേവലം 1 മിനിറ്റോ 2 ഒരു മൊഡ്യൂളിന്റെ വീഡിയോ തന്നെ അരമണിക്കൂറിലധികം സമയം ഉണ്ടാവും. അപ്പൊ അതിൽ വിശദമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളും മോഡൽസ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്പ് ത്രൂ ഉള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, 30 മൊഡ്യൂളാണ് ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ ആപ്പ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആക്കാനുള്ള 30 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ഞാൻ ഇവിടെ ഓരോന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. അതില് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഒന്ന് ജോബ് അസിസ്റ്റൻസ് എന്നുള്ളതാണ്. നിലവിൽ നമ്മുടെ കോഴ്സ് പഠിച്ച ആളുകൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, UAE ജോലി ചെയ്യാണ്. നമ്മുടെ ലേൺ വിത്ത് റസീൻ എന്നുള്ള പേജിൽ പോയാൽ അവരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ലേൺ വിത്ത് റസീൻ www.learnwithrazin.in എന്ന സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അവരോട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ചോദിക്കാം. നിങ്ങൾക്ക് സ്കില്ല് ബിൽഡ് ആയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കമ്പനിയിൽ ഇപ്പോഴും 2 ആളുകൾ കൊടുക്കാൻ എൻ്റെ അടുത്ത് ഇപ്പോഴും പെൻഡിങ് ആണ്. 2 ആളുകൾ അവർക്ക് കൊടുക്കണം, നല്ല സ്കിൽഫുൾ ആയ ആളുകൾ ഉണ്ട്. അങ്ങനെ സ്കില്ല് ബിൽഡ് ചെയ്താൽ നിർബന്ധം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ചെയ്യുന്നത് പ്രീ റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്, വീക്ക്ലി നമുക്ക് ലൈവ് സെഷൻസും ഉണ്ട്. പ്രീ റെക്കോർഡ് ക്ലാസ്സിന്റെ പുറമെ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശങ്ങൾ എന്ത് ചെയ്യും,
നമ്മൾ ലൈവ് ക്ലാസ്സിൽ 1 hour വരുന്ന ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും. അതിന്റെ ഒക്കെ റെക്കോർഡഡ് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ കിട്ടുകയും ചെയ്യും. പിന്നെ മെയിൻ ട്രെയിനേഴ്സ് ആയിട്ട് ഇപ്പൊ നിങ്ങളോട് 2 സംസാരിച്ച ആളുകളുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രത്യേക അറ്റൻഷൻ തരാന് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിൽ വീക്ക് ഉണ്ടാവും, ചില ആളുകൾ അറബിയിൽ ചില മേഖലയിൽ വീക്ക് ഉണ്ടാവും. അവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും പേഴ്സണൽ ട്രെയിനറും നിങ്ങൾക്ക് വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒരു ചെറിയ രൂപമാണിത്. ഈ ഒരു രീതിയിലാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് എംബസി അറ്റസ്റ്റേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ISOന്റെ മുദ്ര, ISO ഒക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതിന്റെ മുദ്ര എല്ലാം ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുക. അതിന്റെ ഒരു സാമ്പിൾ കോപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആരെ മുമ്പിൽ അത് വെച്ചു കൊടുക്കാം. അതിന് QR കോഡ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. QR കോഡ് സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഓതന്റിഫിക്കേഷൻ ചെയ്യും. അത് ശരിയാണോ തെറ്റാണോ വാലിഡ് ആണോ അല്ലേ എന്നൊക്കെ അവർക്ക് അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതിന്റെ അറ്റസ്റ്റേഷനിൽ കണ്ടില്ലേ, അറ്റസ്റ്റേഷനിൽ എംബസി അറ്റസ്റ്റേഷൻ ഓൾറെഡി അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ ട്രാൻസ്ലേഷൻ പഠിച്ചിട്ടുണ്ട്, അറിയുന്ന ഒരാളാന്നുള്ള പ്രൂഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം കാണിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ പ്ലസ് നിങ്ങൾക്ക് സ്കില്ല് കൂടെ ഉണ്ടെങ്കിൽ യു ഡോണ്ട് വെറി, യു വിൽ ഗെറ്റ് എ പ്രോമിസിങ് ജോബ് ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കേഷന്. പിന്നെ നമ്മൾ നിലവിൽ നമ്മളിത് കുറച്ച് കാലമായി റൺ ചെയ്യുന്നു. 15 ബാച്ച് നമ്മളിത് സക്സസ്ഫുള്ളി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പഠിച്ച പല ആളുകളും പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നിലവിൽ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 10 മണിക്ക് തീരുന്നവരോട് പറഞ്ഞിരുന്നു. അവർ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് വോയിസിൽ വരാൻ പറ്റുമോ? നിലവിൽ നമ്മളെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷഹീമ, ആർ യു ഹിയർ? ഓക്കെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷഹീമ. ഞാൻ ഈ 3 month കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് വീക്കായിട്ട്. അപ്പോ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് കുറേ കോഴ്സസ് നമുക്ക് വാട്സപ്പിൽ കിട്ടും, ഏത് വിഷയത്തിലാണെങ്കിലും. പക്ഷെ ഇവരുടെ ഈ ഒരു അക്കാഡമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കണ്ടന്റ് ആയാലും ക്ലാസ് ആയാലും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഞാൻ ഈ ഒരു 3 ആയിട്ടുള്ളെങ്കിൽ കൂടി ഒരുപാട് പോർഷൻസ് കവർ ചെയ്ത് അത് നമുക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ലൈവ് സെഷൻ ആണ്. അതായത് വീക്കിലി വൺസ് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അതൊക്കെ ഒന്ന് നിങ്ങളെ സൗണ്ട് മിസ്സിംഗ് ഉണ്ട്. കേൾക്കുന്നില്ലേ? എന്റേത് മ്യൂട്ട് ആക്കിയോളി. എന്റെ വോയിസ് മ്യൂട്ട് ആക്കാം, എന്നിട്ട് എനിക്ക് ബാക്കി പറയാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പറയട്ടെ. അപ്പോൾ ലൈവ് സെഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈവ് സെഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൈവ് സെഷൻ വരെയുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ മാത്രമല്ല നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓരോ ലൈവ് സെഷനിലും. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും. ഈ അസൈൻമെന്റ്സ് നമ്മൾ ചുമ്മാ ക്ലാസ് കേട്ട് പഠിക്കുന്നതിനേക്കാൾ അപ്പുറം അത് എഴുതി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണമല്ലോ. അപ്പൊ അതിന് ഏറ്റവും നല്ല സാധനമാണ് അസൈൻമെന്റ്സ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനും പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഫീന്റെ ഒരു 10 times ആണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ശുക്രാൻ ഷമീമ. നമ്മുടെ കോഴ്സ് 1 മാസത്തോളമുള്ള കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ഒക്കെ നമ്മോട് ചോദിച്ചാൽ നമ്മൾ തരും. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഈ ഒരു നമ്മളെ സൈറ്റിലൊക്കെ പോയാൽ കാണും. നിലവിൽ നമ്മളത് പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ ആപ്പ് എന്ന് പറഞ്ഞില്ലേ, ആപ്പിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസുകളും അസൈൻമെന്റുകളും ആപ്പിൽ തന്നെ ഉണ്ടാവും. ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളെ പേഴ്സണൽ ട്രെയിനർ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലുള്ള കമന്റ്സ് ഒക്കെ തരും. ഓക്കെ. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ കൂടുതൽ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ ഇതാണ്.
3 മാസമാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കില്ല് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഒരു 3 മാസം ഞങ്ങളുടെ കൂടെ ഇതിനു വേണ്ടി എല്ലാ ദിവസവും അരമണിക്കൂറൊക്കെ നിങ്ങൾ ചെലവാക്കി കൂടെ നടക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി നിങ്ങളെ സമയം പോലെ ആപ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. 30 മൊഡ്യൂളാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഓക്കെ, ഞാൻ മൊഡ്യൂൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതുണ്ടല്ലേ, ട്രാൻസ്ലേഷൻ ഇൻട്രൊഡക്ഷൻ, ബേസിക് വൊക്കാബുലറി, സെന്റൻസ് ട്രാൻസ്ലേഷൻ, ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ, ടെക്നിക്സ്, ട്രാൻസ്ലിട്രേഷൻ, പിന്നെ ബാക്കി ഡോക്യുമെന്റ്സ് ആണ്. ലെറ്റേഴ്സ്, ഐഡന്റിറ്റി കാർഡ്, പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, NOCകള്, CV എങ്ങനെ നല്ല പ്രിപ്പയർ ചെയ്യാം, റെസ്യൂമി, നോട്ടീസുകള്, മീഡിയ ട്രാൻസ്ലേഷന്, പവർ ഓഫ് അറ്റോർണി, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഡോക്യുമെന്റ്സ്, കോൺട്രാക്ട്, ഇങ്ങനെ ബാക്കി ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, ഡീറ്റെയിൽ നിങ്ങളെ ഗ്രൂപ്പിലിടും. ഒരു ട്രാൻസ്ലേറ്റർ അറിയേണ്ട എല്ലാ മേഖലയും നിങ്ങൾ വ്യത്യസ്ത മോഡലുകളുടെ സഹിതം, കാരണം ഒരു മൊഡ്യൂൾ പറയാൻ പറഞ്ഞില്ലേ, മൊത്തം 150ലധികം പേജ് നമ്മളെ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്ത സാധനം ഉണ്ട്, കോഴ്സ് ബുക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് തരും. അത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് പോവുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ മോഡലും ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. അവസാന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഒരു CAT ടൂൾസ് എന്ന് പറയും. അതായത് ഇന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇപ്പൊ നമുക്കൊരു പോസ്റ്റർ ട്രാൻസ്ലേഷൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിലൊരു ഫോണ്ട് ഉണ്ടാവും, അതിലൊരു രൂപം ഉണ്ടാവും, അതേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പൊ അതിനുള്ള ടെക്നിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഈ 3 മാസത്തെ കോഴ്സിന് നമ്മുടെ കോഴ്സ് ഫീ എന്നുള്ളത് 5000 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. ഈ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ആപ്പിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് അതിന്റെ ശേഷമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ തയ്യാർ. നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ അടുത്ത ബാച്ച് തുടങ്ങും. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ ഒരു ഓഫർ കൂടെ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ 4000 രൂപ നിങ്ങൾ ചെയ്താൽ മതി. അത് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്നായിട്ട് അടക്കണ്ട, 2000 ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവരും നമ്മൾ 2000 ആണ് അടക്കാറുള്ളത്. അങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു മെത്തഡോളജി ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഫാക്കൽറ്റികളെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ 5000 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ, 3 മാസത്തെ കോഴ്സ് ഫീ ടോട്ടൽ ആയിട്ടുള്ളത്. അത് 4000 രൂപക്ക് നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫർ ആയിട്ട് ചെയ്യാവുന്ന, നിങ്ങൾ ഗ്രൂപ്പിൽ അതിന്റെ മെസ്സേജ് വരും, അവരോട് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവര് അരമണിക്കൂർ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരുടെ പേഴ്സണൽ ലിങ്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തൊക്കെ എനിക്ക് വേണമെന്ന സീറ്റുകൾക്ക് എന്ത് ചെയ്യുക, അവരോട് ബുക്ക് ചെയ്താം. ചിലപ്പോൾ ഇപ്പൊ തന്നെ തരാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും, നാളെ അത് സംഘടിപ്പിച്ച് തരാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്ത് വെക്കാം. അടുത്ത ആഴ്ച നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ആരംഭിക്കും. ഇനി അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും Q&A സെഷൻ 10:30 നമുക്ക് നിർത്തണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് ബുക്ക് നിങ്ങൾ അഡ്രസ്സ് വാങ്ങി നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും കേട്ടോ. PDF ഷെയർ ചെയ്യല്ലേ ചെയ്യുക. നമ്മൾ ഒരു പുസ്തകം പ്രിന്റ് എടുത്ത് ബുക്കായി പ്രിന്റ് എടുത്ത സാധനം നമ്മൾ അടുത്തുണ്ട്, അത് നിങ്ങൾ അഡ്രസ്സ് വാങ്ങി അഡ്രസ്സിലേക്ക് അയച്ചു തരിക ചെയ്യുക. അപ്പൊ അത് വെച്ചൊരു പുസ്തകം നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. വി വിൽ ആൻസർ ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ്സുകൾ എത്ര കാലം കിട്ടും? നിങ്ങൾക്ക് ആപ്പിലുള്ള ക്ലാസ് എപ്പോഴും കിട്ടും. ലൈവ് സെഷൻസും ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു കോഴ്സിന്റെ കാലാവധി കഴിയുമ്പോൾ തീരും. കാരണം ലൈവ് സെഷൻസ് ഫുള്ള് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കിട്ടും. ആ റെക്കോർഡഡ് വീഡിയോയിലേക്കും നിങ്ങൾക്ക് ഫുൾ ടൈം ആക്സസ് ഉണ്ടാവും. ഓക്കെ, ലൈഫ് ടൈം ആണ്. അതെ അതെ, ആ വീഡിയോ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് തരും. ആ വീഡിയോ ലിങ്ക് ഓൾറെഡി യൂട്യൂബ് കേൾക്കാറ്, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ പരമാവധി നിങ്ങൾ ഈ 3 മാസം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ നമ്മൾ തന്നെ അസൈൻമെന്റ് ഇതൊക്കെ വെച്ച് അതിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോഴാണ് അവസാനം നമ്മൾ ഈ അസൈൻമെന്റ് ഒക്കെ ചെയ്ത ആളുകൾക്ക് നമ്മൾ ചെറിയൊരു ഗൂഗിൾ ഫോം വെച്ച് ഒരു ചെറിയ ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിന് ശേഷമാണ് നമ്മൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ, ജോബിന് നമുക്ക് നിങ്ങളെ ഇന്റർവ്യൂകൾ കണക്ട് ചെയ്ത് തരാൻ പറ്റും. അതിലേക്ക് നമുക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നല്ല സ്കില്ലുള്ള ആളാന്ന് നമുക്ക് നിങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ ചെയ്യണം. നിങ്ങൾ കൃത്യമായ സമയത്ത് കംപ്ലീറ്റ് ചെയ്താലാണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൂടെ ചെയ്യാൻ കഴിയുക. ഓക്കെ ഓക്കെ. സർട്ടിഫിക്കറ്റിന് പിന്നെ വേറെ ഫീസ് ഉണ്ടോ? ഇല്ല, ഈ 5000ന്റെ ഉള്ളിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പെട്ടു.
അതാണ് ഞാൻ ഈ 5000 എന്നുള്ള ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലാണ് 4000 എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇനി നിങ്ങളെ പിന്നെ ഈ സംശയങ്ങൾ ഫ്രീലാൻസ് വർക്ക് ഉണ്ടല്ലോ, അതെ, അതിന്റെ രീതി എങ്ങനെയാ വരുന്നത്? ഫ്രീലാൻസ് വർക്ക് എന്നുള്ളത് നമ്മളെ നമ്മൾ പറയില്ലേ, നമുക്ക് ഫ്രീലാൻസ് വർക്ക് ഇപ്പോൾ കാര്യമായിട്ട് കിട്ടണമെന്ന് ലിങ്ക്ഡിനും കാണിച്ചിട്ടുണ്ടാവും. ആ ലിങ്ക്ഡിനിൽ ഓൾറെഡി നമ്മളെ പ്രൊഫൈൽ ഉണ്ടാവും. ആ പ്രൊഫൈലിലുള്ള നമ്മുടെ സിവിയും സാധനങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവർ നമ്മളെ സ്വീകരിക്കണതും സ്വീകരിക്കാക്കുന്നതും. പിന്നെ മിക്കവാറും സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ നമ്മൾ അയച്ചു കൊടുക്കും. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ അവർ കമ്പനിയുടെ ഫ്രീലാൻസറായിട്ട് നമ്മൾ എടുക്കുക ചെയ്യുക. അപ്പൊ ആ കമ്പനിയുടെ നമുക്ക് എന്ത് ചെയ്യും, ചില ദിവസങ്ങൾ വർക്ക് കിട്ടൂല, ചില ദിവസങ്ങളായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ മാസങ്ങളോളൊക്കെ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് തരും. ഓക്കെ ഓക്കെ ഓക്കെ. അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാവുന്ന ജോലിയാണ്. നമ്മളൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. ഈ ആവറേജ് പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അവറേജ് പേയ്മെന്റ് ഒറ്റ ഒരു ഡോക്യുമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ചില ഡോക്യുമെന്റ് ഇപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു പേജ് 100 റുപ്യൊക്കെ സിമ്പിളായ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങാം. ചില സാധനങ്ങൾ 300 രൂപ വാങ്ങേണ്ട സാധനം ഉണ്ടാവും, ചിലത് 1000 രൂപ വാങ്ങേണ്ടതുണ്ടാവും. അത് ആ ഡോക്യുമെന്റിന്റെ ശൈലിയും ഇതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കുക. പിന്നെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ചെയ്യാൻ കഴിയൂല. നിങ്ങൾ ശ്രദ്ധിക്കണം, ചില സാധനങ്ങൾ ലീഗൽ അറ്റസ്റ്റേഷൻ വേണമെന്നുണ്ടാവും. ട്രാൻസ്ലേഷൻ ചെയ്ത വർക്കിനും എന്ത് ചെയ്യേണ്ടി വരും, ലീഗൽ അറ്റസ്റ്റേഷൻ വേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് ഏതൊരു ഏജൻസി, നമ്മൾ ഏതൊരു ഏജൻസി ഏൽപ്പിക്കുമ്പോൾ ആ ഏജൻസി ത്രൂ ആണ് ചെയ്യുക. അവരെ ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ ഈ ഫ്രീലാൻസ് ആയി ചെയ്യുക. പിന്നെ ഈ ആഡ് അതൊക്കെ പറഞ്ഞല്ലോ, ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. നിങ്ങൾ ചെറിയൊരു ആഡ് പറഞ്ഞു കൊടുക്കണതിന് തന്നെ 2000 5000 രൂപ കിട്ടും. അത്രയും നല്ല കമ്പനികളൊക്കെ നല്ല ഇംഗ്ലീഷിലൊക്കെയുള്ള മോട്ടം ഉണ്ടാവല്ലോ, അത് പലപ്പോഴും ഒരു ക്ഷണിക്കലുണ്ട്. അവരുടെ ആഡ് ഇട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ മോട്ടോ ഇട്ടിട്ട് ഓരോ വർഷത്തിനൊക്കെ ഓരോ സ്ലോഗൻ ഇടും. ഇത്തരം സംഗതികളൊക്കെ അത്തരം നോട്ടിഫിക്കേഷൻസ് വരും. ആ സ്ലോഗൻ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല അറബി സാധനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. നമ്മളെ കോഴ്സിൽ ചേർന്നാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളെ കോഴ്സിൽ ചേർന്ന ആളുകൾക്ക്. അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ ഇതിപ്പോ ട്രാൻസ്ലേഷൻ ഇതിൽ മാത്രമല്ലല്ലോ ഇതിൽ ജോബ് സ്കോപ്പ് ഉള്ളത്? അല്ല, ഭാഷ അറബി ഇംഗ്ലീഷ് ഭാഷ എന്നുള്ള നിലക്കും ഉണ്ടാവും, രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ള നിലക്കും ഉണ്ടാവും. നമ്മുടെ എല്ലാ ഡോക്യുമെന്റിലുമേ നമ്മൾ ഡോക്യുമെന്റ് ഇങ്ങനെ ഇട്ട് പോയിക്കല്ല നമ്മളെ കയ്യില്. അറബി ഒരു ഡോക്യുമെന്റ് തന്നാൽ അതിന്റെ ട്രാൻസ്ലേഷൻ അവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ തന്നെ ഉണ്ടാവും. എല്ലായിടത്തിനും ട്രാൻസ്ലേഷൻ അവൈലബിൾ ആയ ഡോക്യുമെന്റ് ആണ് നമ്മുടെ കോഴ്സ് ബുക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഒരേ സമയത്ത് പഠിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഹൈസൂം ചോദിച്ചിരുന്നു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ഉത്തരം നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്കുള്ള ആക്സസ് ഒക്കെ നമ്മൾ തരും. മെഡിക്കലി ലീഗല് ആ ഒരു സംഗതിയിലേക്ക് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതാകാം. അപ്പൊ മെഡിക്കലിന്റെ 3 മൊഡ്യൂള് നമുക്കുണ്ട്, നമ്മുടെ ഈ കോഴ്സ് ഔട്ട്ലൈനിലുണ്ട്. ലീഗൽ ഡോക്യുമെന്റിന്റെ 5-ലധികം ഡോക്യുമെന്റ്സ് നമ്മളെ ഇതിലുണ്ട്, മൊഡ്യൂളുകളായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി കൂടുതൽ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് മെഡിക്കൽ വല്ലാതെ താല്പര്യമുള്ളവരാണ്, നിങ്ങളെ പേഴ്സണൽ ട്രെയിനോട് ചോദിച്ചാൽ ഒരുപാട് മോഡൽസ് വിത്ത് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് തരും. കാരണം അതിന് ഓൾറെഡി ഇത് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടായാൽ പിന്നെ മോഡൽ നമ്മൾ എത്രയും തരും. പക്ഷെ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് ഉണ്ടാക്കാൻ പറ്റണ മെഡിക്കൽ ആയിട്ടുള്ള ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ മൊഡ്യൂളിൽ പറയും. റിവേഴ്സോ കോണ്ടെക്സ്റ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. റിവേഴ്സോയിൽ വ്യത്യസ്ത ഓപ്ഷൻസ് ഉണ്ടാവും, കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു വേർഡ് കിട്ടിയാലേ ആ വേർഡിന്റെ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ആ കോണ്ടെക്സ്റ്റ് ബേസ് ഉദാഹരണങ്ങൾ കിട്ടും. അപ്പൊ ഓരോ കോണ്ടെക്സ്റ്റിലും അതിന്റെ ഏത് ട്രാൻസ്ലേഷൻ ആണ് നല്ലത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും നല്ലൊരു ആപ്പാണ് റിവേഴ്സോ കോണ്ടെക്സ്റ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാക്കൽറ്റികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നമ്മളെ കൃത്യം ഈ ഒരു ഇത് പ്രകാരങ്ങൾ ചെയ്ത് പോയാൽ, പക്ഷെ എനിക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, അറബി ഇംഗ്ലീഷിൽ നിങ്ങൾ
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണ അതായത് ഇംഗ്ലീഷ് സാധാ സെന്റൻസ് ഒക്കെ വായിക്കാൻ വയ്ക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ മേഖലയിൽ അറിയേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ശുക്രാൻ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മൾ ഏകദേശം 10:30 1.5 മണിക്കൂർ നമ്മൾ പറഞ്ഞു, 1.5 മണിക്കൂറായി. സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. തുടക്കത്തിൽ ഞാൻ ഓവർവ്യൂ ആയി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്ലേറ്റർക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, AI കാലത്തുള്ള ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ അൻവർ സ്വാദിഖും സംസാരിക്കാൻ വരാം. അൻവർ സ്വാദിഖ് കൂടെ ഉണ്ടോ? ഗ്രൂപ്പിൽ സംശയം ചോദിച്ചു. ആ, ചോദിക്കാം. നേരത്തെ ഇങ്ങോട്ട് സംസാരിക്കാൻ ഏറ്റൊരാളിന് അൻവർ സ്വാദിഖ് എന്നുള്ള ആള്, അദ്ദേഹം ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. നമ്മുടെ കോഴ്സ് നിലവിൽ ചെയ്യുന്ന ഒരാളാണ്. അൻവർ സ്വാദിഖ്. വലൈക്കും അസ്സലാം. നെറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു, മനസ്സിലാവും. നിങ്ങൾ സംസാരിച്ചോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് അൻവർ സ്വാദിഖാണ്. ഒരു മാസത്തോളായിട്ട് ഞാനിപ്പോ അക്കാദമിയിൽ ജോയിൻ ചെയ്യാണ്. നല്ലൊരു കൂട്ടുകാരന്റെ ഇതിലാണ് പരിചയപ്പെട്ടത്. വിചാരിച്ചതിൽ ഒരു മാസത്തിനകത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് ക്ലാസ് ആണെങ്കിലും ലൈവ് സെഷൻ ആണെങ്കിലും വളരെ ഉപകാരപ്രദമായത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിത് പഠിക്കുന്ന ഓരോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ ഇപ്പോൾ ആപ്പിലെ വീഡിയോസ് ആണെങ്കിലും അധികം ലെങ്ത് ഇല്ലാതെ ചുരുങ്ങിയ നിലയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സൊക്കെ ഞാനിത് കണ്ടത്. വളരെ ഇതിലൂടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്നപ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പഠിക്കുന്ന വാക്കുകൾ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുമല്ലോ. അപ്പൊ അതന്നെ പല അറബികളായിട്ടും ഇംഗ്ലീഷായിട്ടും ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പൊ എവിടെ പോയി എങ്ങോട്ട് എവിടുന്നായിരുന്നു എന്നൊക്കെ സാധാരണ ചോദിക്കുമല്ലോ. അപ്പൊ അൽഹംദുലില്ലാ അതൊക്കെ വളരെ ഒരു ഹാപ്പിയാണ് ഞാൻ ഇതുവരെ. ഇൻഷാ അല്ലാഹ്. സൗണ്ടിന്റെ ചെറിയ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ പെയ്ഡ് പ്രൊമോഷനായി നടത്തിയതൊന്നുമല്ല. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിലവിൽ ചെയ്യുന്ന മറ്റുള്ള ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ കോൺടാക്ട് തരും. ഏതായാലും എല്ലാവർക്കും ശോഭനമായ ഒരു ഭാവി നേരുന്നു. ശുക്രാൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.